I'm very happy to be able to meet with all of you like this. ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ഈ മീറ്റിംഗിലായിരിക്കാനായിട്ട് എനിക്ക് ദൈവം ഇടയാക്കിയതിനായിട്ട് ഞാൻ ദൈവത്തിന് വളരെ നന്ദി കരയറ്റുന്നു. I hope we never lose the awareness of what a serious calling it is to be an elder. നമ്മളെ ഒരിക്കലും മറന്നു പോകരുത്, ഒരു എൽഡറായിട്ട് നമ്മളെ വിളിച്ചത് എത്ര ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം. It's not like Old Testament prophets. അത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെ അല്ല. The Old Testament prophets also had a very important ministry. പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കും വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് അവരും ചെയ്തുകൊണ്ടിരുന്നത്. But they never could say what Paul said in the New Testament. എന്നാൽ പൗലോസ് പുതിയ നിയമത്തിൽ പറഞ്ഞതുപോലെ അവർക്കൊരിക്കലും സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല. The word that Paul spoke, which I would challenge all of you with, is this. നിങ്ങളെ എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്ന വാക്യം ഇതാണ്. What Paul said in 1 Corinthians 11 verse 1. 1 കൊരിന്തി 11 അധ്യായം അതിന്റെ 1 വാക്യം. Be followers of me just as I also follow Christ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവീൻ. No Old Testament prophet ever said, follow me. പഴയ നിയമത്തിലെ ഒരു പ്രവാചകനും തന്നെ അനുഗമിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. You look throughout the Old Testament, you never find it. പഴയ നിയമം മുഴുവനും നോക്കുമ്പം നമുക്ക് ഒരിക്കലും ഇത് കാണാൻ കഴിയത്തില്ല. The first person who said, follow me, was Jesus. ആദ്യമായിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് യേശുക്രിസ്തു ആയിരുന്നു. Our calling as elders is to be able to look at our flock and say, follow me as I follow Christ. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക്, മൂപ്പന്മാരായിരിക്കുന്നവർ ഒരു മാതൃകയായിരിക്കണം. അവർക്ക് ഇങ്ങനെ പറയാൻ കഴിയണം, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ എന്നെയും അനുഗമിപ്പിക്കുന്നു. You must always keep that in front of me. അത് എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിന് മുമ്പിൽ ഉണ്ടായിരിക്കണം. See the way I live. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. See how I have brought up my children. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് നോക്കുക, ശ്രദ്ധിക്കുക. Bring up your children the same way. നിങ്ങളും അങ്ങനെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുക. See how I live with my wife at home. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭാര്യയോടുകൂടെ വീട്ടിൽ താമസിക്കുന്നത്. See how I handle money. ഞാൻ എങ്ങനെയാണ് എൻ്റെ പണം കൈകാര്യം ചെയ്യുന്നത്. See how I have the spirit of willing to wash the feet of my fellow believers. എൻ്റെ സഹ വിശ്വാസികളുടെ പാദങ്ങൾ കഴുകാനായിട്ട് ഞാൻ തയ്യാറായിരിക്കുന്നു. അത് നിങ്ങൾ കാണുക. That is what it means to say follow me. അതാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് അർത്ഥമാക്കിയത്. And of course, in front of us is Jesus. We are following him. നമ്മുടെ മുമ്പിൽ യേശുവാണ്, അവനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. This is what true eldership is. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു മൂപ്പൻ. Eldership is not just having a title and being respected by others in a church. മൂപ്പൻ എന്ന് പറയുന്ന ഒരു പേര് മറ്റുള്ളവർക്ക് ബഹുമാനിക്കാനായിട്ടുള്ള ഒരു പേരല്ല. See, it's like a father in a home. അതൊരു കുടുംബത്തിലെ ഒരു പിതാവിനെ പോലെയാണ്. A father and a mother combined. ഒരു പിതാവും മാതാവും ഒരുമിച്ച്. They don't glory in that title, father or mother. That's not what they glory in. അവരൊരിക്കലും അവരെ അപ്പൻ അമ്മ എന്നുള്ള ഒരു അവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത് ആ പദത്തിലല്ല അവർക്ക് താല്പര്യം. They don't have a badge saying father. അവരുടെ ഉടുപ്പേൽ അവരൊരു ബാഡ്ജ് തൂക്കത്തില്ല പിതാവ് അല്ലെങ്കിൽ മാതാവെന്ന്. It's their life of sacrifice that father and mother manifest to take care of their children. അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് അവർ സഹിക്കുന്ന ത്യാഗമാണ് ആ അപ്പനെയും അമ്മയും അവരാക്കുന്നത്. And a man who does not want to make that same sacrifice for spiritual children in his church, he should not be an elder. ഇതുപോലെ
തങ്ങളുടെ കീഴിലുള്ള വിശ്വാസികളെ ഈ മനോഭാവത്തോടുകൂടെ അവർക്ക് പരിപാലിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഒരു മൂപ്പനെന്ന് അവന് ഒരിക്കലും ഒരു മൂപ്പനാകാൻ പാടില്ല. A father and mother, they do not want their children to serve them. They serve their children. മാതാപിതാക്കൾ ഒരിക്കലും മക്കള് അവരെ ശുശ്രൂഷിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്, അവർ മക്കളെയാണ് ശുശ്രൂഷിക്കുന്നത്. They don't get money from their children. They give money to their children. അവരൊരിക്കലും മക്കളിൽ നിന്ന് പണം സ്വീകരിക്കത്തില്ല, മറിച്ച് മക്കൾക്ക് പണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. And that is where we are to be different from almost all the churches around us. നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റെല്ലാ സഭകളിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായിരിക്കുന്ന ആ കാര്യത്തിലാണ്. Not only that we don't take money from our congregation, but we are not expecting anything from them. നമ്മള് അവരിൽ നിന്ന് പണം സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നാം അവരിൽ നിന്ന് പണം അത് പ്രതീക്ഷിക്കുന്നുമില്ല. And our whole thought is, how can I serve them better? നമ്മുടെ ചിന്ത മുഴുവനും ഇതായിരിക്കണം, എനിക്ക് എങ്ങനെ കുറെ മെച്ചപ്പെട്ട് അവരെ എനിക്ക് ശുശ്രൂഷിക്കാനായിട്ട് കഴിയും. Whenever you think of yourself as an elder in a church, think of a father and mother, what they do. നിങ്ങളെ ഒരു ചർച്ചിന്റെ മൂപ്പനായിരിക്കുമ്പം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് എൽഡർ എന്നുള്ളതല്ല, ഒരു അപ്പനും അമ്മയും തന്റെ മക്കൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് അതായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതായിരിക്കണം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്. That's our calling. അതാണ് നമ്മുടെ വിളി. And just like a father and mother will bear with the weaknesses in their children and help them to improve, the same way we must do also. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ അവർക്ക് എന്തെങ്കിലും ഒരു ബലഹീനത ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ആ ബലഹീനതയിൽ അവരെ സഹായിക്കും. അതുപോലെ തന്നെ ആയിരിക്കണം ഒരു സഭയിലെ മൂപ്പൻ ചെയ്യുന്ന ശുശ്രൂഷ. You know, it's interesting how God has set up Paul as an example for all of us. ഇത് നമുക്ക് വളരെ ഉത്സാഹം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് പൗലോസ് നമുക്കൊരു മാതൃകയായിരുന്നു എന്നുള്ള കാര്യം. That is why so much is written about Paul in the Acts of the Apostles, and he's written the maximum number of books in the New Testament. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തിയിലെ പൗലോസിനെ കുറിച്ചാണ് ധാരാളം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പൗലോസിനാലാണ് മിക്ക ലേഖനങ്ങളും എഴുതപ്പെട്ടത്. Half the New Testament books are written by Paul. പുതിയ നിയമത്തിന്റെ പകുതിയോളം പുസ്തകങ്ങൾ എഴുതിയത് പൗലോസാണ്. Why did God give such a prominent place to him? എന്തുകൊണ്ടാണ് പൗലോസിന് ഇത്ര പ്രാധാന്യം ദൈവം കൊടുത്തത്? To show us what it means to be a leader of God's people. എങ്ങനെയായിരിക്കണം നമ്മളെ സഹോദരന്മാരുടെ ഒരു മൂപ്പനായിരിക്കേണ്ടത് എന്നുള്ളതിന് ഒരു മാതൃക കാണിക്കേണ്ടതിന് വേണ്ടിയാണ് ചെയ്തത്. Even after he planted a church, he would stay as long as possible to encourage them and appoint elders. ഒരു സഭ അവൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ സഭയിലുള്ള ആളുകളെ ഉത്സാഹിപ്പിക്കാനായിട്ടും അവിടെ മൂപ്പന്മാരെ നിയമിക്കാനായിട്ടും ഒക്കെ അവന് അതിന് പിന്നാലെ അവിടെ പരിശ്രമിച്ചു. Then when he went away, he would write to them to find out how things are and to encourage them. അവനെ അവിടുന്ന് പോയതിനു ശേഷവും അവിടെയുള്ള വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുകയും അവരുടെ ഇടയിലുള്ള കാര്യങ്ങളെ കറക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. He told one of those churches, I carry you in my heart always. ഒരു സഭയ്ക്ക് അവൻ എഴുതിയപ്പോൾ അവൻ പറഞ്ഞു, എന്റെ ഹൃദയത്തിൽ ഞാൻ നിങ്ങളെ എപ്പോഴും വഹിക്കുന്നു എന്നവൻ പറഞ്ഞു. So that's something we need to do in relation to our flock in our church as well. നമ്മുടെ സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയും നമ്മുടെ സഭയിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മളും ചെയ്യേണ്ട അതേ കാര്യം തന്നെയാണ്. We may not be able to pray for all of them because some of our churches are a little bigger. നമുക്ക് ചില സഭകളെ വലുതായിരിക്കും, അതുകൊണ്ട് അവിടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടിയില്ല എന്ന് വരാം. Carry them in our heart. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ അവരെ നമ്മളെ വഹിക്കേണ്ടതുണ്ട്. That is an attitude that we have towards them. അവരോടുള്ള നമ്മുടെ മനോഭാവം അതായിരിക്കണം. And see what he says in 1 Corinthians chapter 4. 1 Corinthians 4 അധ്യായത്തിൽ 1 Corinthians 4 അധ്യായത്തിൽ he tells them that verse 14, I'm not writing these things to shame you, but to admonish you as my beloved children. Verse 14. 1 Corinthians 4 അധ്യായം 14 വാക്യത്തിൽ, നിങ്ങളെ നാണിപ്പിപ്പാനല്ല എന്റെ പ്രിയ മക്കൾ എന്നതുപോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതിയിരിക്കുന്നു. He wrote some strong things to them and he said, I'm not trying to say this to shame you, but because you are my children, I want you to grow up properly. വളരെ ശക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ പൗലോസ് കൊരിന്ത്യയിലുള്ള സഭയ്ക്ക് എഴുതി. അതിനുശേഷം അവൻ പറയാണ്, നിങ്ങൾ എന്റെ മക്കളാണ്, നിങ്ങൾ ലജ്ജിക്കാൻ വേണ്ടി അല്ല ഞാൻ ഇത് പറയുന്നത്, നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞ് പൗലോസ് പറയുന്നത്. And then he says, you can have 10,000 teachers, but you don't have many fathers.
അതിനുശേഷം 15-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെ ഇല്ല. And I became your father through the gospel. ഇവിടെ പറയുന്നത് ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചു. ക്രിസ്തുവിൽ ഞാനാണ് നിങ്ങളുടെ പിതാവ്. So we should be able to say this to everyone in our church. നമ്മുടെ സഭയിലുള്ള എല്ലാവരോടും നമുക്കിത് പറയാനായിട്ട് കഴിയണം. Now, those who don't accept us as a spiritual father, who despise us, we can ignore them. ആരെങ്കിലും ആ കാര്യത്തെ ബഹുമാനിക്കുന്ന ഒരു ആത്മീയ പിതാവെന്ന് അവരെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. I am often said in Bangalore, I am an elder to you and a father to you only if you accept me as such. ഞാൻ ബാംഗ്ലൂരിലുള്ള സഭയിലുള്ള ആളുകളോട് പറയാറുണ്ട്, നിങ്ങളെ ഒരു ആത്മീയ പിതാവായിട്ട് എന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ആത്മീയ പിതാവാകുന്നുള്ളൂ. Otherwise, I am not your spiritual father. No. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ആത്മീയ പിതാവല്ല. I am not even your elder. ഞാൻ നിങ്ങളുടെ ഒരു മൂപ്പൻ പോലും അല്ല. You don't have to listen to me. You can do what you like. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല. I am responsible only for those who will accept me as their ഞാൻ നിങ്ങളുടെ മൂപ്പനായിരിക്കുന്നത് അംഗീകരിക്കുന്നെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമുള്ളൂ. I have no lust to be anybody's elder. ആരുടെയെങ്കിലും മൂപ്പനായിരിക്കാനായിട്ട് എനിക്ക് ഒരു ആഗ്രഹവുമില്ല. But if God gives me a responsibility, I have to fulfill it. എന്നാൽ ദൈവം എനിക്ക് ഒരു ഉത്തരവാദിത്തം തന്നെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ അത് നിവർത്തിക്കേണ്ടതുണ്ട്. So this is the position that we are to take in relation to our flock. നമ്മുടെ സഭയിലുള്ള ആളുകളോടുള്ള നമ്മുടെ നിലപാട് ഇതായിരിക്കണം. And so Paul said, follow me as I follow Christ. പൗലോസ് ഇവിടെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുകയും. So when we look at Jesus' example, that's the example that's gone in front of us. നമ്മുടെ മുമ്പിലുള്ള മാതൃക യേശുവാണ്. ആ യേശുവിന്റെ മാതൃകയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ it's like climbing a mountain. അത് ഒരു പർവ്വതം കയറുന്നത് പോലെയാണ്. You know, the Bible says in Hebrews 6:1, let us press on to perfection. നമ്മളെ എബ്രായർ 6:1 വായിക്കുന്നു, നാം പൂർണ്ണതയിലേക്ക് നാം പോകണം. And that is like going to the top of a mountain. അത് ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുന്നത് പോലാണ്. Like Mount Everest, for example, is about nearly 10,000 meters high. ഉദാഹരണത്തിന് എവറസ്റ്റ് പർവ്വതം അത് ഏതാണ്ട് 10,000 അടിയോളം മീറ്റർ ഉയരത്തിലുള്ള ഒരു. We can think of Jesus as having reached the top. നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം, യേശു ആ പർവ്വതത്തിന്റെ മുകളിലെത്തി. He started at the bottom. അവനെ തുടങ്ങിയത് ആ പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്നാണ്. He came as a baby. അവന് ഒരു ശിശുവായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. Went through all the experiences of childhood and as a young teenager and earning his living as a carpenter. അവന് ഒരു ശിശുവായിരുന്നപ്പോൾ ഒരു ശിശു പോയ എല്ലാ വഴികളിലൂടെ പോയി. അതിനുശേഷം അവനൊരു കൗമാരക്കാരനായി. അതിനുശേഷം അവന്റെ ജീവിതത്തിൽ അവന് ഒരു ജോലി ചെയ്ത് അവന് തന്റെ ജീവിത മാർഗം കണ്ടെത്തി. And he had to go through all the experiences we go through from childhood to adulthood. നമ്മൾ പോകുന്നത് പോലെ തന്നെ യേശു ക്രിസ്തുവും തന്റെ ചെറുപ്പകാലം മുതൽ ആ ശിശു ആയിരുന്നപ്പം തൊട്ട് ഒരു വളർന്നു വന്നപ്പോൾ നമ്മൾ പോയ എല്ലാ അനുഭവങ്ങളിലൂടെയും യേശുവും കടന്നുപോയി. And that is how he has become our example. അങ്ങനെയാണ് യേശു നമ്മുടെ മാതൃകയായി മാറിയത്. And in Hebrews he is called a forerunner in Hebrews chapter 6. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ അവനെ നമ്മുടെ verse 20 he is called our forerunner. 20-ാം വാക്യത്തിൽ അവനെ നമ്മുടെ മുന്നോടി എന്ന് പറയുന്നു. So the book of Hebrews, more than any other book in the New Testament, shows us how Jesus was our forerunner. എബ്രായ ലേഖനമാണ് മറ്റേത് ലേഖനത്തെക്കാൾ അധികം യേശു എങ്ങനെയായിരുന്നു നമ്മുടെ മുന്നോടി എന്ന് നമുക്ക് വിവരിച്ചു തരുന്നത്. Because it tells us in Hebrews 4:15 that he was tempted in all things exactly like us but did not sin. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ അവൻ നമുക്ക് തുല്യം സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എങ്കിലും അവൻ പാപം ചെയ്തില്ല എന്ന് നാം വായിക്കുന്നു. That is unfortunately translated wrong in the Malayalam. മലയാളത്തിൽ അത് തെറ്റായിട്ടാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്.
But there it says it's tempted in all points except sinning. അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടു എന്നാണ് അവിടെ But if എഴുതിയിരിക്കുന്നത്. it is without sinning, there's no other temptation. Every temptation is only to sin. പാപം ചെയ്യാനായിട്ട് പരീക്ഷിക്കപ്പെടുന്നതിൽ പിന്നെ വേറെ ഒരു എല്ലാ പരീക്ഷകളും നമ്മളെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണോ? We are not tempted to eat and drink. We are tempted to sin. നമ്മളെ തിന്നാനോ കുടിക്കാനോ വേണ്ടിയല്ല പരീക്ഷിക്കപ്പെടുന്നത്, പാപം ചെയ്യാനായിട്ടാണ് പരീക്ഷിക്കപ്പെടുന്നത്. So if it says he was tempted in every area except to sin, it is a meaningless word. ഇവിടെ പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ വാക്കിന് ഒരു അർത്ഥവുമില്ലാതെ പോവുകയാണോ? I think Malayalam is the only language in the world where it has been wrongly translated. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ തെറ്റായിട്ട് ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. But what a work the devil has done by that to hide this truth from so many people. ഈ സത്യം ആളുകളിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് പിശാച് എത്ര വലിയൊരു ജോലിയാണ് ചെയ്തത്. But every other translation in all other languages, it is he was tempted in all things exactly as we are, but he did not sin. എന്നാൽ മറ്റെല്ലാ പരിവർത്തനങ്ങളിലും എഴുതിയിരിക്കുന്നത് അവൻ നമുക്ക് തുല്യം സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എങ്കിലും അവൻ പാപം ചെയ്തില്ല എന്നാണ്. That is the greatest area where he is our forerunner. ആ ഒരു മേഖലയിലാണ് യേശു നമ്മുടെ ആ മാതൃകയായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Not just that he grew up as a child and worked and earned his living as a carpenter. യേശു ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചു, ഒരു ശിശുവായിട്ട് ജീവിച്ചു. അവന് ഈ ഭൂമിയിലായിരുന്നപ്പം അവന് അധ്വാനിച്ച് അവന്റെ ജീവിതമാർഗം കണ്ടെത്തി. അതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. Main thing in which he is our forerunner is every single temptation that every human being faces, he has already faced. അവൻ നമുക്ക് മാതൃകയായിരിക്കുന്നത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പരീക്ഷകളും അവനും നമ്മൾക്ക് തുല്യമായിട്ട് ഈ ഭൂമിയിൽ വെച്ച് പരീക്ഷിക്കപ്പെട്ടു. But he did not sin. എന്നാൽ അതിലൊന്നിലും അവൻ പാപം ചെയ്തില്ല. That's why he says, follow me. അതിനുശേഷമാണ് യേശു പറയുന്നത് എന്നെ അനുഗമിക്കുക എന്ന്. So many people want to follow him in how he healed the sick and miracles like this. യേശു ചെയ്ത അത്ഭുതങ്ങളും യേശു ചെയ്ത ആളുകളെ സൗഖ്യമാക്കുന്നത് ഇതിനെയൊക്കെ അനുഗമിക്കാനായിട്ട് ഒത്തിരി ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. But he never told us to follow him in those areas. എന്നാൽ ആ മേഖലകളിൽ നമ്മൾ യേശുവിനെ അനുഗമിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല. It's the way he lived for 30 years. 30 കൊല്ലം യേശു എങ്ങനെയാണ് ജീവിച്ചത്. And then as a full-time worker for 3.5 years also, he was a unique example. അതിനുശേഷം 3.5 വർഷം യേശു തന്റെ ശുശ്രൂഷ ചെയ്തപ്പോൾ നമുക്കൊരു വളരെ പ്രത്യേകതയുള്ള ഒരു മാതൃകയായിട്ടാണ് യേശു ഭൂമിയിൽ He ജീവിച്ചത്. never asked anybody for money. He never sent a report about his work to anybody. അവൻ ഒരിക്കലും ആരോടും പണം ചോദിച്ചില്ല. താൻ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് ഒരു റിപ്പോർട്ട് ആർക്കും ഒരിക്കലും വായിച്ചില്ല. He never depended on anyone financially or in any other way. അവനെ സാമ്പത്തികമായിട്ടോ ഏതെങ്കിലും വിധത്തിലോ ആരെയും ഒരിക്കലും ആശ്രയിച്ചല്ല ജീവിച്ചത് യേശു. We read in Luke 8 that people gave him money, he accepted it. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ആളുകൾ അവന് പണം കൊടുത്തു, അവനെ സ്വീകരിച്ചു. Chapter 8 verse 3. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം. So he accepted money, but he never asked anybody for it ever in his life. അവന് പണം സ്വീകരിച്ചു, എന്നാൽ ആരോടും ഒരിക്കലും പണത്തിനായിട്ട് അവൻ ചോദിച്ചില്ല, ഒരിക്കൽ പോലും. So in all these areas he's been a tremendous example. ഈ മേഖലകളിലെല്ലാം യേശുക്രിസ്തു നമുക്കുള്ള ഒരു വലിയ മാതൃകയാണ്. And in 1 Timothy and chapter 3, 1 തീമോഥെയോസ് ചാപ്റ്റർ 3-ാം അധ്യായം and verse 16, അതിന്റെ 16-ാമത്തെ വാക്യം. it speaks here about the secret of godliness. ഇവിടെ ദൈവഭക്തിയുടെ മർമ്മത്തെ കുറിച്ച് പറയുന്നു. That word mystery means a secret that only God reveals. മർമ്മം എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യമാണ്, അത് ദൈവത്തിന് മാത്രമേ നമുക്ക് വെളിപ്പെടുത്തി തരാൻ കഴിയത്തുള്ളൂ. Psalm 25 it says the secret of the Lord is with those who fear him. സങ്കീർത്തനം 25 പറയുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവൻ തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. So if I fear God, he'll reveal his secret to me. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ മർമ്മങ്ങൾ, ആ രഹസ്യം ദൈവം എനിക്കും വെളിപ്പെടുത്തി തരും. To fear God is to hate sin. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തെ വെറുക്കുക എന്നുള്ളതാണ്. It is to respect God so much
that I will never violate anything that I know to be His will. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിനെതിരാണെന്ന് അറിയുന്ന ഏത് കാര്യത്തെയും ഞാൻ വെറുക്കുന്നു. I may accidentally slip up somewhere. ഒരുപക്ഷെ ഞാൻ എപ്പോഴെങ്കിലും ആക്സിഡന്റ് ആയിട്ട് തെന്നി വീണെന്ന് വരാം. But then I'll get up immediately and confess it and say, Lord, forgive me. I want to go your way. എന്നാൽ ഞാൻ അവിടുന്ന് തന്നെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് എഴുന്നേൽക്കും. And that is how I fear God. അങ്ങനെയാണ് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നത്. And only to such people God reveals this secret of how to live a godly life. ദൈവഭക്തിയോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ എങ്ങനെയാണ് ദൈവഭക്തിയോടെ ജീവിക്കേണ്ടത് എന്നുള്ളതിന്റെ ആ രഹസ്യം മനസ്സിലാക്കി കൊടുക്കത്തുള്ളൂ. So in the Living Bible there's a very beautiful paraphrase of 1 Timothy 3:16. ലിവിംഗ് ബൈബിളിലെ ഈ 1 തീമോത്തിയോസ് 3:16 വളരെ മനോഹരമായിട്ടാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. It is true that the way to live a godly life is not an easy matter. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഈ കാര്യം സത്യമാണ്, ദൈവഭക്തിയോടെ ഉള്ള ഒരു ജീവിതം നടത്തുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല, എളുപ്പമുള്ള ഒരു കാര്യമല്ല. It's a mystery. അതൊരു രഹസ്യമാണ്. But the answer lies in Christ who came to earth as a man. എന്നാൽ അതിന്റെ ഉത്തരം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന യേശുക്രിസ്തുവിലാണ്. And who kept his spirit pure. അവന്റെ ആത്മാവ് അവൻ വിശുദ്ധിയോടെ നിർമ്മലതയോടെ സൂക്ഷിച്ചു. And even the angels saw it. അവിടെ ദൂതന്മാർക്ക് അവൻ പ്രത്യക്ഷനായി. That means the angels saw how Jesus lived. അതിനർത്ഥം ദൂതന്മാർ കണ്ടു യേശു എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന്. See, human beings see us only at certain times. Angels see us 24 hours of the day. മനുഷ്യനെ നമ്മളെ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ ദൂതന്മാർക്ക് നമ്മളെ 24 മണിക്കൂറും നമ്മുടെ ജീവിതത്തെ കാണാനായിട്ട് കഴിയും. Even your wife does not see you all the time. നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും എല്ലാ സമയത്തും നിങ്ങളെ കാണാനായിട്ട് കഴിയുകയില്ല. You can be impure and your wife may not know it. നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയുകയല്ല ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധ ചിന്തകളുള്ള ഒരാളാണ്. She does not know what thoughts you are having in your mind. നിന്റെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന ചിന്തകൾ എന്താണെന്ന് നിന്റെ ഭാര്യയ്ക്ക് അറിയണമെന്നില്ല. He may not know how you behave in the office. നീ എങ്ങനെയാണ് ഓഫീസിൽ നീ പെരുമാറുന്നതെന്ന് നിന്റെ ഭാര്യയ്ക്ക് അറിയണമെന്നില്ല. He may not know how you behave when you travel in the bus. നീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നീ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് നിന്റെ ഭാര്യയ്ക്ക് അറിയില്ല. He may not know how you handle your finances. നീ എങ്ങനെയാണ് നിന്റെ പണം കൈകാര്യം ചെയ്യുന്നതെന്ന് നിന്റെ ഭാര്യയ്ക്ക് അറിയണമെന്നില്ല. But angels, seen by angels, they see all of us all the time. എന്നാൽ ദൂതന്മാരെ എല്ലാ സമയത്തും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. And God sees even our thoughts. ദൈവം നമ്മുടെ ചിന്തകളെ കാണുന്നു. That human beings cannot see. അത് മനുഷ്യന് ആർക്കും കാണാൻ കഴിയത്തില്ല. God also sees our attitudes to people within. നമ്മുടെ ഉള്ളിലുള്ള മനോഭാവങ്ങളെ ദൈവത്തിന് കാണാനായിട്ട് കഴിയും. God sees the motives with which we do even good things. നമ്മളെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത് അതും ദൈവത്തിന് കാണാനായിട്ട് കഴിയും. So in all these areas Jesus was tempted and he was absolutely pure. ഈ മേഖലകളിലെല്ലാം യേശു നമ്മളെ പോലെ തന്നെ പരീക്ഷിക്കപ്പെടുകയും എന്നാൽ അവൻ ഒരിക്കലും പാപം ചെയ്യാതെ നിർമ്മലതയോടെ ജീവിക്കുകയും ചെയ്തു. Now, this is the secret of living a godly life. ഒരു ഭക്തിയുള്ള ജീവിതം ജീവിക്കുന്നതിന്റെ മർമ്മമാണ് ഇത്. ഇതാണ് ആ രഹസ്യം. This is the meaning of his being a forerunner. അവൻ നമ്മൾക്ക് മുന്നോടിയാണ് എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്. And so when Paul says, follow me as I follow Christ, it is in these areas that we have to follow him. പൗലോസ് ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പോലെ എന്നെ അനുഗമിക്കുന്നു പറഞ്ഞപ്പം ഈ മേഖലകളിലാണ് നാം പൗലോസിനെ അനുഗമിക്കേണ്ടത്. So coming back to Hebrews 4:15. എബ്രായ ലേഖനം 4:15 നാം മടങ്ങി വരുമ്പം Jesus was tempted like us but did not sin. യേശു നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടെങ്കിലും അവൻ പാപം ചെയ്തില്ല. And it says here verse 15, he can sympathize with us.
അതിന്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ അവന് കഴിയും. Why? എന്തുകൊണ്ടാണത്? Because he knows what a struggle it is to keep ourselves pure in time of temptation. കാരണം യേശുവിനറിയാം നാം പരീക്ഷകൾ സഹിക്കുമ്പം ആ പരീക്ഷകളിൽ ജയിക്കുക, അത് അവിടെ നിൽക്കുക എന്നുള്ളത് എത്ര കഠിനമായ ഒരു കാര്യമാണെന്ന് യേശുവിനറിയാം. That's why he can sympathize with us when we struggle against temptation. അതുകൊണ്ടാണ് നാം പരീക്ഷിക്കപ്പെടുമ്പം നമ്മുടെ ആ കാര്യം, നമ്മൾ കടന്നു പോകുന്ന ആ കാര്യം യേശുവിന് നന്നായിട്ട് മനസ്സിലാകും. When you are struggling to keep your thoughts pure, നമ്മുടെ ചിന്തകളെ നമ്മളെ ശുദ്ധമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, when you want to forgive people who have harmed you greatly, നിങ്ങളെ വളരെ അധികം ഉപദ്രവിച്ചിട്ടുള്ള ഒരാളോട് ക്ഷമിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ, yeah, Jesus knows the struggle. യേശുവിനറിയാം അതിന്റെ ബുദ്ധിമുട്ട്. That's what it says here. He can sympathize with our weakness. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാണ്. Our greatest area of weakness is in the area of purity. നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലുള്ള നമുക്കൊരു നിർമ്മലത കാത്തു സൂക്ഷിക്കുക എന്നുള്ള That is കാര്യമാണ്. where we are weak. അവിടെയാണ് നമ്മൾ ബലഹീനരായിരിക്കുന്നത്. And Jesus knows that. യേശുവിന് അത് നന്നായിട്ട് അറിയാം. Because he came like us, കാരണം അവൻ നമുക്ക് തുല്യമായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. tempted like us. നമ്മളെ പോലെ തന്നെ അവനും പരീക്ഷിക്കപ്പെട്ടു. So, but because he did not have a human father, he did not have our sinful nature. എന്നാൽ നമ്മളെ പോലെ ഒരു പാപ സ്വഭാവം അവനില്ലായിരുന്നു. കാരണം അവന് നമ്മെ പോലെ ഒരു മാനുഷിക പിതാവില്ലായിരുന്നു. But he was tempted like us. എന്നാൽ നമ്മെ പോലെ തന്നെ അവനും പരീക്ഷിക്കപ്പെട്ടു. How did he overcome temptation? എങ്ങനെയാണ് യേശു പരീക്ഷകളെ ജയിച്ചത്? I'm trying to go step by step so that we understand this clearly. ഞാനിത് ഓരോ പടിപടിയായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടി. In Romans 6:14 it tells us how we can overcome temptation. റോമാലേഖനം 6:14 പറയുന്നു നമുക്ക് എങ്ങനെയാണ് പരീക്ഷകളെ ജയിക്കാൻ കഴിയുന്നത്. If you are under grace, sin cannot rule over you. നിങ്ങൾ കൃപയ്ക്ക് അധീനരാണെങ്കിൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. If ever I fall into sin, it is because at that moment I was not under the grace of God. ഏതെങ്കിലും സമയത്ത് ഞാൻ പാപം ചെയ്യുന്നെങ്കിൽ അതിന് കാരണം ഞാൻ ആ സമയത്ത് ദൈവത്തിന്റെ കൃപയുടെ കീഴിലായിരുന്നില്ല. I may have been under the grace of God before that. ഒരു പക്ഷെങ്കിൽ അതിനു മുമ്പ് ഞാൻ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചു കാണും. ആ പാപം ചെയ്യുന്നതിന് മുമ്പ് At that moment I was not under grace, so I sinned. എന്നാൽ ആ പ്രത്യേക സമയത്ത് ഞാൻ കൃപയ്ക്ക് അധീനനായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്തത്. It is something like saying this. നമുക്ക് ഇങ്ങനെ പറയാം അതിനെ, That if I am under a roof, a solid roof, however heavily it is raining outside, the rain will not fall on me. പുറത്ത് എത്ര ശക്തമായിട്ടുള്ള മഴ പെയ്താലും ഞാൻ ഒരു വീടിന് ഒരു മേൽക്കൂരയ്ക്കടിയിലാണെങ്കിൽ എന്റെ മേലെ ആ മഴത്തുള്ളികൾ വീഴുകയില്ല. Grace is like that. കൃപയും ഇതുപോലെ തന്നെയാണ്. Let the temptation pour like heavy rain. പരീക്ഷ ഒരു വളരെ ശക്തമായ ഒരു പേമാരി പോലെ പെയ്യട്ടെ. On all sides. എല്ലാ വശങ്ങളിൽ നിന്നും. Not one drop will fall on me because I am under this roof called grace. എന്നാൽ ഞാൻ ഈ കൃപയെന്ന് പറയുന്ന ഈ മേൽക്കൂരയ്ക്ക് കീഴേ ഇരിക്കുന്നതുകൊണ്ട് ആ മഴയുടെ ഒരു തുള്ളി പോലും എന്റെ ശരീരത്തിൽ വീഴുകയില്ല. If you get wet even in your hand, it's because you put your hand outside the roof. നിങ്ങളുടെ കൈ നനഞ്ഞെങ്കിൽ ആ കൈ നനയാനുള്ള കാരണം നിങ്ങളുടെ കൈ നിങ്ങളെ ആ മേൽക്കൂരയ്ക്ക് വെളിയിലേക്ക് നീട്ടിയത് കൊണ്ടാണ്. We must see this very clearly. If you are under grace, sin cannot rule over you. നിങ്ങൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നാം കൃപയ്ക്ക് അധീനരാണെങ്കിൽ പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. The alternative here is being under law. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം നാം ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. Under law means I myself try to keep God's commandments. ന്യായപ്രമാണത്തിന് കീഴിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പാപത്തെ ജയിക്കാനായിട്ട് നടത്തുന്ന പരിശ്രമമാണ്. അതാണ്. And for 1500 years from Moses to Christ, the Jews tried to do that and they failed.
യേശുക്രിസ്തു വരുന്നതിന് 1500 വർഷം മുമ്പ് തൊട്ട് യഹൂദന്മാരെ ഇത് ചെയ്യാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവര് നിശേഷം ആ കാര്യത്തിൽ It was പരാജയപ്പെട്ടു. impossible to overcome sin by struggling, even if you're sincerely trying to keep the law. നിങ്ങളെ ആത്മാർത്ഥമായിട്ടും ഈ കൽപ്പന പ്രമാണിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾ എത്രമാത്രം പരിശ്രമിച്ചാലും നിങ്ങൾക്ക് അതിനെ ജയിക്കാനായിട്ട് കഴിയുകയില്ല. And I fear that many in our CFC churches have not understood what it is to come under grace. ഞാൻ ഭയപ്പെടുന്നു നമ്മുടെ CFC സഭയിലുള്ള അനേക ആളുകൾക്ക് കൃപയ്ക്ക് അധീനരായിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം അറിയാമോ എന്ന്. We can preach against sin for years, but if they don't come under grace, they'll never get victory over sin. നാം കൃപയ്ക്ക് അധീനരാകാതെ വർഷങ്ങളോളം നമുക്ക് പാപത്തെ ജയിക്കുന്നതിനെ കുറിച്ച് പ്രസംഗിക്കാനായിട്ട് കഴിയും. എന്നാൽ നമുക്ക് ഒരിക്കലും അതിനെ ജയിക്കാൻ കഴിയണമെന്നില്ല. It's like telling people, don't get wet, don't get wet, it is raining, don't get wet, don't get wet, don't get wet. ഇത് ഇതുപോലെയാണ്, മഴ പെയ്യുന്നു, നിങ്ങൾ നനയരുത്, നിങ്ങൾ നനയരുത്, നിങ്ങൾ നനയരുത് എന്ന് പറയുന്ന പോലാണത്. That doesn't help them. You got to tell them, come under the roof, then you will not get wet. അത് അവരെ സഹായിക്കത്തില്ല. നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ ഈ മേൽക്കൂരയ്ക്ക് അടിയിലേക്ക് വരിക, എങ്കിൽ നിങ്ങൾ മഴ നനയില്ല എന്നാണ്. See what I have done. I've come under the roof. You have to tell them. ഞാൻ ഈ എങ്ങനെയാണ് അത് ചെയ്തത്? ഞാൻ ഈ മേൽക്കൂരയ്ക്ക് കീഴിലിരുന്നുകൊണ്ടാണ് മഴ നനയാതിരിക്കുന്നത്. That's what we have to tell them. Follow me. അതാണ് നമ്മൾ അവരോട് പറയേണ്ടത്. ഞാൻ ചെയ്തതുപോലെ എന്നെ ഈ കാര്യത്തിൽ അനുഗമിക്കുക. So the next question is, how can I come under this roof? അടുത്ത ചോദ്യം, എങ്ങനെയാണ് എനിക്ക് ഈ മേൽക്കൂരയ്ക്ക് അടിയിലേക്ക് വരാനായിട്ട് കഴിയുന്നത്? That is very clear in 1 Peter 5 verse 5. ഒന്ന് പത്രോസ് 5:5 അത് വളരെ വ്യക്തമാണ്. God gives his grace to the humble. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. That's also mentioned in James chapter 4. Same words in James chapter 4 and verse 6. യാക്കോബ് 4-ാം അധ്യായം 6-ാം വാക്യത്തിലും അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. There are two opposites there. ഇത് Opposite. ഇത് രണ്ടും. If you are proud, God opposes you. If you are humble, God gives you grace. ഇത് രണ്ട് ധ്രുവങ്ങളുള്ള കാര്യമാണ്. നിങ്ങൾ കൃപയ്ക്ക് നിങ്ങൾ നിഗളിയാണെങ്കിൽ ദൈവം നിങ്ങളോട് എതിർക്കും. നിങ്ങൾ താഴ്മയുള്ളവനാണെങ്കിൽ ദൈവം തന്റെ കൃപ നിങ്ങൾക്ക് തരും. I picture it like this. ഞാൻ അതിനെ ഇങ്ങനെയാണ് കാണുന്നത്. If I am humble, God will get behind me and keep on pushing me forward, and no sin can push me back. ഞാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് അധീനം, ഞാൻ താഴ്മയുള്ള ഒരാളാണെങ്കിൽ ദൈവം എന്റെ പിന്നെ വന്ന് എന്നെ മുന്നോട്ട് തള്ളും. കാരണം എനിക്ക് അങ്ങനെ ഞാൻ ആയിരിക്കുമ്പോൾ ഒരു പാവവും എനിക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. Any temptation can come against me, I'll just keep going forward. എത്ര പരീക്ഷകൾ ഉണ്ടായാലും ഞാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. Because Almighty God through the Holy Spirit is pushing me forward all the time. കാരണം സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിൽ കൂടെ എന്നെ മുന്നോട്ട് പോകുവാനായിട്ട് അവനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. The Holy Spirit is, Hebrews chapter 10 is called the Spirit of grace. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവെന്നാണ് പരിശുദ്ധാത്മാവിനെ പറയുന്നത്. അവൻ നമുക്ക് കൃപ തരും. That's his primary ministry. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ ശുശ്രൂഷ. He also gives us gifts, but that is to serve him. അവൻ നമുക്ക് വരങ്ങളും തരും. ആ വരങ്ങൾ ദൈവം നമുക്ക് തരുന്നത് അവനെ ശുശ്രൂഷിക്കേണ്ടതിന് വേണ്ടിയാണ്. Primarily he gives us grace. പ്രാഥമികമായിട്ടും കൃപയാണ് അവൻ നമുക്ക് തരുന്നത്. So in the past years, since I understood this truth, in the last 45 years, കഴിഞ്ഞ 45 വർഷമായിട്ട് ഈ കാര്യം ദൈവം എന്നെ മനസ്സിലാക്കി തന്നു. whenever I've slipped up, ഞാൻ എപ്പോഴെങ്കിലും തെന്നിപ്പോയെങ്കിൽ, say some thought came into my mind which is not glorifying to God, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത ഏതെങ്കിലും ഒരു ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് വന്നെങ്കിൽ, or an attitude to somebody else which was not loving, ഒരു സ്നേഹമില്ലാത്ത ഒരു മനോഭാവം മറ്റൊരാളോട് എനിക്ക് തോന്നിയാൽ, or a word that came out of my mouth which was too hard and rude, ഒരു മോശപ്പെട്ട ഒരു വാക്ക്, കഠിനമായിട്ടുള്ള ഒരു വാക്ക് എന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ, I would go to God alone and say, Lord, why did that happen to me? ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് പോയി ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എന്തുകൊണ്ടാണ് എന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? And I would wait on the Lord and ask him to show me.
ഞാൻ ദൈവത്തിന്റെ അടുക്ക ചെന്ന് അതെനിക്ക് കാണിച്ചു തരാനായിട്ട് അവനോട് ചോദിക്കും. And the Lord would show me some area in my life in the previous few days when I was exalted about something in my own thoughts. ദൈവം എന്നെ കാണിച്ചു തരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിഗളമുണ്ടായത് ദൈവം എന്നെ കാണിച്ചു തരും. Maybe I got a little proud over some freedom I had in preaching one day. ഒരു പക്ഷെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിഗളമുണ്ടായത് ഒരു ദിവസം ഞാൻ പ്രസംഗിച്ച ഒരു കാര്യത്തെ പറ്റി ആയിരിക്കാം. And I had great freedom in preaching. അന്ന് സംസാരിക്കാനായിട്ടുള്ള വളരെ വലിയ സ്വാതന്ത്ര്യം, വലിയൊരു സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. Anointing, and there was anointing. അന്ന് ദൈവം വലിയൊരു അഭിഷേകം എൻ്റെ മേലെ പകർന്നു. And many people were blessed. ആ മീറ്റിങ്ങിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെട്ടു. And for a few moments, some little self-congratulation came to me. അതിന്റെ ഫലമായിട്ട് അല്പസമയത്തേക്ക് സ്വയം പ്രശംസിക്കുന്ന ഒരു മനോഭാവം എൻ്റെ ഹൃദയത്തിലേക്ക് കയറി. For a few moments. അത് അല്പനേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Then I would say, no, that's wrong. അതിനുശേഷം എനിക്ക് മനസ്സിലായത് തെറ്റായിരുന്നു. If I am proud even for a few moments, God comes in front of me and pushes me back. ഞാൻ ഒരു അല്പസമയത്തേക്ക് തന്നെ ഞാൻ നിഗളിയായാൽ ദൈവം എൻ്റെ മുന്നേ വന്ന് എന്നെ പിന്നേക്ക് തള്ളും. That is why I fell. അതുകൊണ്ടാണ് ഞാൻ അവിടെ വീണത്. I discovered that. ഞാനത് മനസ്സിലാക്കി. Only one reason that I even slip up slightly in my thoughts, that some pride came into me at some point. ഏതെങ്കിലും സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഒരു നിഗളം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എവിടെങ്കിലും ചെറുതായിട്ടെങ്കിലും വീണെങ്കിൽ അതിന്റെ കാരണം അത് തന്നെയാണ്. So that helped me to be very, very careful in the area of pride especially. അതുകൊണ്ട് നിഗളം എന്നുള്ള കാര്യത്തിൽ വളരെ വളരെ സൂക്ഷ്മതയുള്ളവനായിരിക്കാനായിട്ട് ദൈവം എന്നെ അത് സഹായിക്കും. Especially spiritual pride. പ്രത്യേകിച്ച് ആത്മീയമായിട്ടുള്ള നിഗളം. And if you are much more spiritual than all the other people in your church, that temptation can be very great. നിങ്ങളുടെ സഭയിലുള്ള മറ്റെല്ലാവരെക്കാളും നിങ്ങൾ കൂടുതൽ ആത്മീയനാണെങ്കിൽ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് ശക്തമായിട്ടുണ്ടാകും. Then grace departs from our life. അങ്ങനെ വരുമ്പം കൃപ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറും. And the sad thing is that after a while you won't even recognize when you sin. അതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്ന കുറച്ച് നാളുകൾ കഴിയുമ്പം നിങ്ങൾ പാപം ചെയ്തു എന്നുള്ള കാര്യം പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകും. It's like a leper getting a patch on his hand where he does not have any feeling anymore. അത് ഒരു മനുഷ്യന് കുഷ്ഠരോഗം ഉണ്ടായിട്ട് അവന്റെ കയ്യിൽ ഒരു മാർക്ക് ഉണ്ടാകുന്ന പോലെയാണ്. അവിടെ തൊട്ട് കഴിഞ്ഞാൽ അവന് ആ തൊട്ടതായിട്ട് പോലും മനസ്സിലാകുകയില്ല. That is very serious. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. We have to be very, very careful here. നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ വളരെ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. Now the question is this how Jesus also overcame? ചോദ്യം ഇതാണ്, യേശു ഇങ്ങനെയാണോ പരീക്ഷയെ ജയിച്ചത്? Let's turn to Luke chapter 2. ലൂക്കോസ് 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. And verse 40. 40-ാമത്തെ വാക്യം. It says here about the time Jesus was a child, how he continued to grow. ഇവിടെ നമ്മൾ വായിക്കുന്നു, യേശു അവിടെ ഒരു ശിശു ആയിരുന്നപ്പം അവന് ശിശുവായിട്ട് വളർന്നു വന്ന സമയത്ത്. And it says here, from that time he was a child, the grace of God was upon him. അവിടെ 40-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ആ ശിശുവായിരുന്ന സമയത്ത് തന്നെ അവനിൽ ദൈവത്തിന്റെ കൃപ ഉണ്ടായിരുന്നു. That means he humbled himself even as a child, so the grace could be there. കാരണം അതിനർത്ഥം ഇതാണ്, യേശു ഒരു ശിശുവായിരുന്നപ്പം തന്നെ അവനെ തന്നെ താഴ്ത്തി, അതുകൊണ്ടാണ് ദൈവം അവന് കൃപ കൊടുത്തത്. And as a child, that meant that as soon as Joseph and Mary called him, he would immediately obey. That is his humility. അവന്റെ അപ്പനും അമ്മയുമായ മറിയോ യോസഫ് അവനെ വിളിച്ചാല് അപ്പൊ തന്നെ അവന് അവരുടെ വിളിക്ക് പ്രതികരിക്കുകയും അതനുസരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അവൻ അവിടെ താഴ്മയുള്ളവനായിട്ടിരുന്നത്. And so the grace of God was on him. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയും അവന്റെ മേലുണ്ടായിരുന്നു. And then towards the end of his life, we read that is the beginning of his life in Luke chapter 2. In Hebrews 2, we read about the end of his life. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുവിന്റെ ആരംഭത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എബ്രായ ലേഖനം 2-ൽ യേശുവിന്റെ അവസാന നാളുകളെ കുറിച്ച് അവിടെ പറയുന്നത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. How he
was willing to taste death for us. അവൻ നമുക്ക് വേണ്ടി മരണം ആസ്വദിക്കാനായിട്ട് തയ്യാറായി. Hebrews chapter 2 verse 9. എബ്രായർ 2:9 വാക്യം. He accepted that death for every one of us. നമ്മൾ എല്ലാവർക്കും വേണ്ടിയാണ് യേശു ആ മരണം ആസ്വദിച്ചത്. And there it says here in Hebrews 2:9, that was also by the grace of God. എബ്രായർ 2:9 പറയുന്നത് കൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം അവൻ ആസ്വദിച്ചു എന്നാണ്. No, from childhood till death, it was the grace of God under which he was living. അതുകൊണ്ട് അവന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ അവൻ കൃപയ്ക്ക് അധീനരായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ മേൽ അവൻ താഴ്മയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവം കൃപ കൊടുത്തത്. He was under this roof of grace, so not one drop of the rain of sin fell on him. ഈ കൃപയുടെ കീഴിലായിരുന്നു അവൻ. അതുകൊണ്ട് പാപത്തിന്റെ ഒരു തുള്ളി പോലും അവന്റെ മേലെ വീഴാതെ അവന് ജീവിക്കാനായിട്ട് കഴിഞ്ഞു. And he says, follow me. അവൻ അതിനുശേഷമാണ് യേശു നമ്മളോട് പറഞ്ഞ് എന്നെ അനുഗമിക്കുക. That's why it says in Hebrews 4. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4 പറയുന്നത്, after giving us the example of Jesus being tempted like us, യേശു നമ്മളെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം, it says in verse 16, therefore let us do something. അതിന്റെ 16ാമത്തെ വാക്യത്തിൽ നമ്മൾ അതുകൊണ്ട് നമുക്കും ചില കാര്യങ്ങൾ ചെയ്യണം. Therefore means it is connected with the previous verse. അതുകൊണ്ട് എന്ന് പറയുന്നത് അതിന്റെ മുമ്പിലത്തെ വാക്യവുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ്. Because Jesus was tempted and did not sin. യേശു പരീക്ഷിക്കപ്പെട്ടെങ്കിലും പാപം ചെയ്യാതിരുന്നതുകൊണ്ട്. And we saw from Luke 2 and Hebrews 2 that it was because he was under grace. ലൂക്കോസ് 2 എബ്രായർ 2 നമ്മൾ കണ്ടു അവന്റെ മേലെ കൃപയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ പാപം ചെയ്യാതിരുന്നത്. Birth to death. അവന്റെ ജനനം മുതൽ മരണം വരെ. Therefore, let us come to the same throne of grace ourselves now. അതുകൊണ്ട് ഇവിടെ പറയണം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽക്ക സമയത്ത് സഹായത്തിനുമായി കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്ന് പറയുന്നു. We must come to the throne of grace to get the same grace that Jesus got in his lifetime. യേശു ക്രിസ്തു തന്റെ ജീവിതകാലത്ത് അവൻ ഉണ്ടായിരുന്ന കൃപ പ്രാപിച്ചതുപോലെ തന്നെ നമ്മളും ഈ കൃപയുടെ സിംഹാസനത്തിന് അടുക്കിലേക്ക് ധൈര്യത്തോടെ ചെല്ലേണ്ട ആവശ്യമുണ്ട്. Because here it says we need mercy also, because when we sin we need mercy. Jesus never needed mercy. ഇവിടെ കരുണ ലഭിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. കാരണം യേശു ക്രിസ്തു ഒരിക്കലും പാപം ചെയ്യാതിരുന്നതുകൊണ്ട് യേശുവിന് കരുണയുടെ ആവശ്യമില്ലായിരുന്നു. But we need mercy. എന്നാൽ നമുക്ക് കരുണയുടെ ആവശ്യമുണ്ട്. But after getting mercy, it says we must find grace also. ഈ കരുണ മാത്രമല്ല, കരുണ ലഭിച്ചതിന് ശേഷം നമുക്ക് കൃപയുടെ ആവശ്യമുണ്ട്. Grace is not for forgiveness. Grace is for overcoming sin. കൃപ പാപക്ഷമയല്ല. കൃപ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയാണ്. That is why you never find the word grace in the Old Testament, but mercy is found frequently in the Old Testament. കരുണയെക്കുറിച്ച് പഴയ നിയമത്തിൽ ധാരാളം പറയുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ അതുകൊണ്ടാണ് കൃപയെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്. That's a New Testament word. അത് പുതിയ നിയമത്തിന്റെ ഒരു വാക്യമാണ്. John 1:14, grace came through Jesus Christ. അതുകൊണ്ട് യോഹന്നാൻ 1:14 പറയുന്നു, കൃപ യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന്. Law came through Moses. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. Or to put it like this, trying to keep God's commandments with our own strength. That's what Moses brought. നമുക്കതിനെ ഇങ്ങനെ പറയാം, മോശ കൊണ്ടുവന്നത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് പാപത്തെ ജയിക്കാനായിട്ടുള്ള ഒരു പ്രമാണം. Jesus came and showed us how by grace you can overcome sin. എന്നാൽ എങ്ങനെയാണ് കൃപ കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയുമെന്ന് യേശു ക്രിസ്തു വന്ന് നമുക്ക് കാണിച്ചു തന്നു. And he is our example. അവനാണ് നമ്മുടെ മാതൃക. And it says here, to get this grace, Hebrews 5:7, he used to pray with loud crying and tears. എബ്രായ ലേഖനം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ കൃപ ലഭിക്കാനായിട്ട് അവൻ ഉറച്ച നിലവിളിയോടുകൂടെ പ്രാർത്ഥിച്ചു വന്നു. Why did he have to pray with loud crying and tears? എന്തുകൊണ്ടാണ് അവന് വളരെ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നത്? Because he didn't even want to have the smell of sin in his life. കാരണം പാപത്തിന് ഒരു ചെറിയ മണം പോലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് അവൻ ആഗ്രഹിച്ചില്ല. If there was even the slightest
taint of sin anywhere, he could not have been a perfect sacrifice for us on the cross. യേശു ക്രിസ്തുവിന് പാപത്തിന്റെ ഒരു ചെറിയ പൊടിയെങ്കിലും അവനിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ അത് യേശുവിന്റെ ക്രൂശ് മരണം പൂർണ്ണമാകുമായിരുന്നില്ല. Why is it we take sin so lightly? Because we know the blood of Christ is there to cleanse us. നമ്മൾ എന്തുകൊണ്ടാണ് പാപത്തെ അത്ര ഗൗരവമില്ലാത്ത ഒരു കാര്യമായിട്ട് എടുക്കുന്നത്? കാരണം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കുന്നു യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്കുണ്ട്. He had no blood to cleanse him. എന്നാൽ യേശു ക്രിസ്തുവിന് ആ രക്തം ഇല്ലായിരുന്നു. What would happen if he sinned? നമ്മൾ പാപം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? If he had sinned, what would have happened? യേശു പാപം ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? He could not have been a sacrifice for us. നമുക്ക് വേണ്ടി ഒരു യാഗമാകാനായിട്ട് അവന് കഴിയുമായിരുന്നില്ല. There would be no forgiveness. നമുക്ക് അങ്ങനെയെങ്കിൽ നമുക്ക് പാപത്തിന്റെ ക്ഷമ ലഭിക്കുമായിരുന്നില്ല. So here we see he had to really be extremely careful. There was not a speck of sin in thought or word or deed. അതുകൊണ്ട് പാപത്തിന്റെ ഒരു ചെറിയ ചിന്തയോ ഒരു പ്രവൃത്തിയോ ഒരു മനോഭാവമോ തന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് യേശുവിന് വളരെ അധികം ശ്രദ്ധിച്ചാണ് യേശു ജീവിച്ചത്. No sin even for a moment in a wrong attitude towards another human being. ഒരു നിമിഷത്തേക്ക് പോലും മറ്റൊരു മനുഷ്യനോട് ഒരു തെറ്റായ മനോഭാവം ഉണ്ടാകാതിരിക്കാനായിട്ട് യേശു വളരെയധികം ശ്രദ്ധിച്ചു. No looking down on another human being even for a fraction of a second. ഒരു നിമിഷത്തേക്ക് പോലും വേറൊരാളെ ഒന്ന് കുനിഞ്ഞു നോക്കാനായിട്ട് യേശു ഒരിക്കലും അനുവദിച്ചില്ല. And not one single area where he would do something with a motive other than the glory of God. ദൈവരാജ്യത്തിന്റെ മഹത്വമല്ലാതെ മറ്റ് ഒരു കാര്യവും അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാനായിട്ട് അവൻ അനുവദിച്ചില്ല. How to keep yourself like that in purity? എങ്ങനെയാണ് ഇതുപോലെ ഒരു നിർമ്മലതയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്? How was it for Jesus? എങ്ങനെയായിരുന്നു യേശുവിന് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞത്? We know the devil tempted him continuously. നമുക്കറിയാം പിശാച് അവനെ നിരന്തരമായിട്ട് പരീക്ഷിച്ചുകൊണ്ടിരുന്നു. He tempted him. We read about it 40 days in the wilderness. നമ്മള് 40 ദിവസം യേശു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. And then it says the devil left him for a period, means he came back and tempted him again. നമ്മൾ അവിടെ വായിക്കുന്നു അല്പകാലത്തേക്ക് പിശാച് അവനെ വിട്ടുപോയി എന്ന്. അതിനർത്ഥം ഇതാണ്, പിശാച് പിന്നെയും മടങ്ങി വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. The only way he could keep himself was by praying to God continuously, "Oh Father, keep me, keep me, keep me." അത് അവന് സാധ്യമായത് അവൻ നിരന്തരമായിട്ട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പിതാവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ ഈ പരീക്ഷയിൽ നിന്ന് രക്ഷിക്കണേ 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എബ്രായർ 5:7. He prayed to the only one who was able to save him from spiritual death. അവിടെ നമ്മൾ വായിക്കുന്നു, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ചെയ്തു. There are two types of death, spiritual death and physical death. രണ്ട് തരത്തിലുള്ള മരണമുണ്ട്. ഒന്ന് ഭൗതികമായിട്ടുള്ള ജഡീക മരണവും ഒന്ന് ആത്മീക മരണവും. Spiritual death is a result of sin. ആത്മീക മരണം പാപം മുഖാന്തരമാണ് സംഭവിക്കുന്നത്. No, James 1 says that sin when it is finished brings death. യാക്കോബ് 1 പറയുന്നു പാപം മരണത്തെ പ്രസവിക്കുന്നു എന്ന്. So Jesus didn't even want to have the smell of death in him, spiritual death, not even the smell of it. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ പാപത്തിന്റെ ഒരു ചെറിയ മണം പോലും തന്നിൽ ഉണ്ടാകാനായിട്ട് യേശു ആഗ്രഹിച്ചില്ല. And he had to pray with loud crying and tears to avoid it. അതുകൊണ്ട് യേശു അത് മാറിപ്പോകാനായിട്ട് അത് തന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട്. Not referring to physical death here. അവിടെ അത് ജഡീക മരണത്തെ കുറിച്ചല്ല ഇവിടെ പരാമർശിക്കുന്നത്. How do we know that? എങ്ങനെ നമുക്കറിയാം അത്? Because it is written in verse 7, his prayer was heard. അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ അവന്റെ പ്രാർത്ഥന കേട്ടു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. God saved him from death. കാരണം ആ മരണത്തിൽ നിന്ന് ദൈവം അവനെ രക്ഷിച്ചില്ല. No. രക്ഷിച്ചു. Which death did he save him from? He heard him. ഏത് മരണത്തിൽ നിന്നാണ് അവൻ രക്ഷിക്കപ്പെട്ടത്? Only spiritual death. ആത്മീക മരണത്തിൽ നിന്നാണ്. And how was he saved? എങ്ങനെയാണ് അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്? Because he had a desperate cry in his heart, "Father, save me from this." കാരണം അവന്റെ ഉള്ളിൽ നിന്ന് ഒരു തീവ്രമായിട്ടുള്ള നിലവിളി ഉണ്ടായിരുന്നു, പിതാവേ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ. We don't
understand this when we read the Gospels, because it is not mentioned in the Gospels. നമ്മള് ദൈവത്തിന്റെ വചനം വായിക്കുമ്പം ഇത് അവിടെ നമുക്ക് ഇത് മനസ്സിലാകുന്നില്ല, കാരണം അവിടെ അത് എഴുതിയിട്ടില്ല. In the 4 Gospels, it is not mentioned. 4 സുവിശേഷ ഭാഗങ്ങളിൽ അത് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. But Jesus said, when the Holy Spirit is come, he will take up the things inside me and show them to you. എന്നാൽ ദൈവത്തിന്റെ നമ്മളെ വായിക്കുന്ന പരിശുദ്ധാത്മാവ് വരുമ്പം അവൻ ക്രിസ്തുവിൽ ഉള്ളതിനെ എടുത്ത് നമുക്ക് കാണിച്ചു തരുമെന്ന്. We read that in John 16:14. നമ്മള് യോഹന്നാൻ 16:14 അത് വായിക്കുന്നുണ്ട്. I want to ask you, all of you, has the Holy Spirit taken of the things which are inside Christ and shown them to you? ഞാൻ നിങ്ങളെല്ലാവരോടും ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ ഉള്ളതിനെ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാറുണ്ടോ? Or have you only seen what Jesus did on the outside, which is reading the Gospels? അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് യേശു പുറത്ത് ചെയ്ത സുവിശേഷ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ യേശു ചെയ്ത പ്രവർത്തികൾ, അതിനെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ. That is what most Christians in the world have seen. അതാണ് ഈ ലോകത്തിലുള്ള മിക്ക വിശ്വാസികളും കാണുന്നത്. For 16 years after I was born again, that is all I also saw. ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം 16 വർഷം ഞാനും ഇത് മാത്രമേ കണ്ടിരുന്നുള്ളൂ. Jesus did these wonderful things. യേശു ഈ മനോഹരമായ കാര്യങ്ങൾ ചെയ്തു. He sacrificed so much. അവന് ഒത്തിരി ത്യാഗങ്ങൾ അവന്റെ ജീവിതത്തിൽ I only thought of the eternal sacrifices. I only thought of his external sacrifices. ഞാൻ അവൻ പുറത്ത് ചെയ്ത ആ ത്യാഗങ്ങളെ മാത്രമേ എനിക്ക് കാണാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. He fasted. അവനെ ഉപവസിച്ചു. He disciplined himself. അവനെ തന്നെ. So I also, in my early Christian life, I did all that. ഞാനും എൻ്റെ ആദ്യ നാളുകളിലെ ക്രിസ്തീയ ജീവിതത്തിൽ അതൊക്കെ ചെയ്തു. I disciplined my life and fasted. ഞാൻ എൻ്റെ ജീവിതത്തിൽ അച്ചടക്കമുള്ളവനായിരുന്നു. ഞാൻ ഉപവസിച്ചു. I read the Bible, studied it like Jesus knew the Bible by the age of 12. യേശു 12ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ വചനം അറിയാനായിട്ട് ദൈവവചനം വായിച്ച പോലെ ഞാനും ദൈവത്തിന്റെ വചനം വായിച്ചു. After I got converted, the first 7 years I spent studying the scriptures so well, thoroughly. എൻ്റെ വീണ്ടും ജനനത്തിന് ശേഷം ആദ്യത്തെ 7 വർഷം ഞാൻ ദൈവത്തിന്റെ വചനം വളരെ ആഴത്തില് ഞാൻ പഠിച്ചു. But I was defeated by sin. എന്നാൽ ഞാൻ പാപത്തില് തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. Because I had not sought for the Holy Spirit to show me the inner life of Jesus. കാരണം യേശുക്രിസ്തുവിന്റെ ആന്തരിക ജീവിതം പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. And that's what made me fed up with my defeated life. അങ്ങനെയാണ് ഞാൻ എൻ്റെ പരാജയപ്പെട്ട ജീവിതത്തിൽ ഞാൻ മുഷിഞ്ഞവനായി ഞാൻ And I cried out to God. I remember crying out to God one day, not one day, many days. ഞാൻ അനേക നാളുകളിൽ ദൈവത്തോട് വളരെ ആഴത്തില് ഞാൻ നിലവിളിച്ചു. That Lord, if I don't get victory in my life, I'm going to stop preaching. കർത്താവേ, ഈ പാപത്തിന്മേൽ എനിക്ക് ജയം നീ നൽകുന്നില്ലെങ്കിൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന അവസാനിപ്പിക്കുകയാണ്. I will stop being a full-time Christian worker. ഞാൻ ഒരു പൂർണ്ണ സമയ ശുശ്രൂഷകനാകുന്ന ഒരു ശുശ്രൂഷകനായിരിക്കും ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. I'll stop preaching and I won't give up Christianity, but I'll stop preaching. ഞാൻ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത് നിർത്തുകയില്ല, എന്നാൽ ഞാൻ പ്രസംഗിക്കുന്നത് അവസാനിപ്പിക്കും. Because what I'm saying is not true in my life. ഞാൻ പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ സത്യമല്ലെങ്കിൽ I'm telling things to people which is not true in my life. ഞാൻ മറ്റുള്ളവരോട് പറയുന്ന എൻ്റെ ജീവിതത്തിൽ സത്യമാകാത്ത കാര്യങ്ങളാണ്. I'm trying to teach people how to swim on the blackboard, but I don't know how to swim myself. എനിക്ക് തന്നെ നീന്താൻ അറിയാതെ ഇരിക്കുമ്പം ആളുകളെ ഒരു ബ്ലാക്ക് ബോർഡിൽ എങ്ങനെയാണ് നീന്തുന്നതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. Correct theory which I explain on the blackboard, but I'm not able to get into the river and show them how to swim. ഞാൻ ബ്ലാക്ക് ബോർഡിൽ എഴുതി കാണിക്കുന്ന എല്ലാം ശരിയാണ്, എന്നാൽ എനിക്ക് തന്നെ നീന്തുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. And I said, Lord, I need to be really filled with the Holy Spirit. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമുണ്ട്. And I'll never forget how God met with me. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. 46 years ago. 46 വർഷം മുമ്പ് ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത ആ കാര്യം ഞാൻ ഒരിക്കലും മറന്നുകളയില്ല. 62 years ago, when I was 19 and a half.
എനിക്ക് 19.5 വയസ്സുള്ളപ്പം ഏതാണ്ട് 65 വർഷത്തിന് മുമ്പ് 62 years ago. 62 വർഷത്തിന് മുമ്പ് God gave me the assurance that I was born again. ഞാൻ വീണ്ടും ജനിച്ചു എന്നുള്ള ഉറപ്പ് ദൈവം എനിക്ക് തന്നു. From one verse. ഒരു വാക്യത്തിൽ നിന്നാണത്. John 6:37. Him that cometh to me, I will never cast out. യോഹന്നാൻ 6:37. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയുകയില്ല. I was born again. ഞാൻ അങ്ങനെ വീണ്ടും ജനിച്ചു. Christ had come into my heart. I knew. യേശു എന്റെ ഹൃദയത്തിലേക്ക് വന്നു, ഇതെനിക്ക് മനസ്സിലായി. And when I say Christ has come in, he comes through the Holy Spirit. യേശു എന്റെ ഹൃദയത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ യേശു പരിശുദ്ധാത്മാവിൽ കൂടെയാണ് യേശു എന്റെ ഹൃദയത്തിലേക്ക് വന്നത്. Christ is in heaven. He has never come back to this earth again. യേശു ക്രിസ്തു സ്വർഗത്തിലാണ്, അവനെ ഭൂമിയിലേക്ക് ഇനി വരുന്നില്ല. പരിശുദ്ധാത്മാവാണ് ഈ ഭൂമിയിൽ ഉള്ളത്. When we say Lord Jesus come into our heart, it is the Holy Spirit who comes in. യേശു എന്റെ ഹൃദയത്തിലേക്ക് വരണേ എന്ന് നാം കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. If the Holy Spirit is not coming to your heart, then you're not even born again. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും ജനിച്ചവരേ അല്ല. Romans 8:9. റോമാലേഖനം 8:9. The last part. അതിന്റെ അവസാന ഭാഗത്ത്, if you don't have the Holy Spirit, you don't even belong to Christ. നിങ്ങൾ അതിന്റെ 9ാം വാക്യത്തിലാണ് മലയാളത്തില്, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവർ. No, the last part. If anyone does not have ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. You don't belong to Christ if the Holy Spirit does not come into your heart. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ട ഒരാളല്ല. That is the clearest verse in the Bible that tells us that when you receive Jesus Christ, it is the Holy Spirit who comes in. ഈ വാക്യമാണ് വേദപുസ്തകത്തിൽ ഏറ്റവും വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നത്. നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു. But to such people, we are told in Ephesians 5:18, you must be filled with the Holy Spirit. അങ്ങനെയുള്ള ആളുകളോട് തന്നെ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, be filled with the Holy Spirit. ആത്മാവ് നിറഞ്ഞവരാകുവീനെന്ന്. And that the meaning there is be continuously filled, not just one experience. അതിന്റെ അർത്ഥം നിരന്തരമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, ഒരു പ്രാവശ്യമല്ല, ഏതെങ്കിലും ഒരു പ്രാവശ്യം നിറയുന്നതല്ല. This is how the apostles also experienced. ഇത് തന്നെയാണ് അപ്പോസ്തലന്മാരും അനുഭവിച്ചത്. See John chapter 20. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. On the day of resurrection, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ Jesus appeared to his disciples in the room. അവര് ആയിരുന്ന ആ മുറിയിൽ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. And he said these words to them. യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു. John chapter 20. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22. 22-ാമത്തെ വാക്യം. He breathed on them and said, receive the Holy Spirit. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. 4,000 years earlier, when Jesus created Adam, he breathed on Adam and Adam became a living soul. 4000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പം ദൈവം ആദാമിന്റെ മേലെ ഊതി, അങ്ങനെ അവൻ ജീവനുള്ള ഒരു ദേഹിയായിട്ട് മാറി. That was Jesus only who did that. യേശു തന്നെയാണ് ആ കാര്യം ചെയ്തത്. Now the same Jesus is breathing on his disciples and saying, now you receive the Holy Spirit. അതേ യേശു ഇപ്പൊ ഈ ശിഷ്യന്മാരുടെ മേൽ ഊതിയതിനു ശേഷം അവരോട് പറയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. So then Adam immediately got the breath of life. ആദാമിന്മേൽ യേശു ഊതിയപ്പം അവൻ അപ്പൊ തന്നെ ജീവനുള്ള ദേഹിയായി മാറി. When Jesus breathed on them, in some measure they received the Holy Spirit.
അതുപോലെ തന്നെ യേശു ഇവിടെ ശിഷ്യന്മാരുടെ മേൽ ഊതിയപ്പോഴും ഒരളവില് പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചു. You can't say nothing happened. നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയത്തില്ല അവർക്കൊന്നും ലഭിച്ചില്ല എന്ന്, ഒന്നും സംഭവിച്ചില്ല എന്ന്. But after that he told them, എന്നാൽ അതിനുശേഷം യേശു അവരോട് പറഞ്ഞു, now you must still wait in Jerusalem നിങ്ങൾ യെരുശലേമിൽ പോയി അവിടെ കാത്തിരിക്കാനായിട്ട്, for this mighty power of the Holy Spirit to come upon you. കാരണം പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിങ്ങളുടെ മേൽ വരുമെന്ന് യേശു പറഞ്ഞു. Acts 1:8. അപ്പോസ്തലപ്രവൃത്തി 1:8. Then only you will be able to be my witnesses. അതിനുശേഷമേ നിങ്ങൾക്ക് എന്റെ സാക്ഷികളാകാൻ കഴിയത്തുള്ളൂ. No, they could have said, Lord, you breathed on us, we got the Spirit. അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, കർത്താവേ നീ ഞങ്ങളുടെ മേൽ ഊതിയല്ലേ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലേ. No, you need to receive the power of the Spirit. You need to be filled with the Holy Spirit. അല്ല, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ശക്തി നിങ്ങളുടെ മേൽ വരേണ്ടതായിട്ടുണ്ട്. You need to be filled. നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയേണ്ടതുണ്ട്. Oh, they humbled themselves and obeyed. അവരെ തന്നെ താഴ്ത്തി യേശു പറഞ്ഞത് അവരനുസരിച്ചു. They did not get into this type of theological argument that so many believers get into about the Holy Spirit. അനേക വിശ്വാസികൾ ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തമ്മിൽ അവർ പല കാര്യങ്ങൾ വാദിച്ച് അതിനെക്കുറിച്ച് അതിന്റെ പല കാര്യങ്ങൾ പറയുകയായിരുന്നല്ല അവർ ചെയ്തത്. Trouble with so many Christians today is they are arguing about the doctrine of the Holy Spirit. ഇന്ന് അനേക വിശ്വാസികളും അവര് പരിശുദ്ധാത്മാവിന്റെ ആ ഉപദേശത്തെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. What is the use of arguing when you don't have power in your life? നിങ്ങളുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ അതിനെക്കുറിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് എന്താ കാര്യം? You don't have power to overcome sin. You don't have power to minister the word of God powerfully. What are you arguing about the Holy Spirit then? നിനക്ക് പാപത്തെ ജയിക്കുവാനായിട്ടോ ദൈവത്തിന്റെ വചനം ശക്തിയോട് സംസാരിക്കാനായിട്ടോ ഉള്ള ശക്തിയില്ല, പിന്നെ എന്തിനാണ് ഉപദേശത്തെ കുറിച്ച് ഒത്തിരി സംസാരിക്കുന്നത്? Why not wait on the Lord and say, Lord, fill me with the Holy Spirit like you did to the apostles on the day of Pentecost? എന്തുകൊണ്ടാണ് നാം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് ആദ്യ നാളുകളിൽ ശിഷ്യന്മാരുടെ മേൽ ആ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറാകാത്തത്? And what did Jesus say would be the mark of when you're filled with the Spirit? നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന്റെ എന്താണ് യഥാർത്ഥ ലക്ഷണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്? It was not tongues. അത് അന്യഭാഷ പറയുന്നതല്ല. He said you'll receive power. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. Power to be my witnesses. എന്റെ സാക്ഷിയാകാനുള്ള ശക്തി. Not just to bear witness about me with your mouth, but to be my witness by your life. നിങ്ങളുടെ വായു കൊണ്ട് എന്നെ കുറിച്ച് സാക്ഷ്യം പറയാനല്ല, നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്റെ ഒരു സാക്ഷിയാകാനായിട്ട്. So being a witness is by my life and my mouth. ഒരു സാക്ഷിയാകുക എന്ന് പറയുന്നത് അതിന്റെ വായിൽ കൂടെ ഉണ്ട്, അതുപോലെ എന്റെ ജീവിതത്തിൽ കൂടെ ഉണ്ട്. And that can only come when we are filled with the Holy Spirit. അത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴേ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. And I want to say to all of you, my dear brothers, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരോടും ഞാൻ ഈ കാര്യം പറയട്ടെ. I find there are two extremes among Christian denominations. ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ രണ്ട് തരത്തിലുള്ള വിശ്വാസികളുണ്ട്. You are the brethren people who never speak about being filled with the Holy Spirit. ബ്രദറൻ സഭക്കാർ അവർ ഒരിക്കലും പരിശുദ്ധാത്മാവിന് നിറയുന്നതിനെ കുറിച്ച് സംസാരിക്കത്തേയില്ല. I was among them for years. ഞാനും അനേക വർഷങ്ങളെ അവരുടെ കൂട്ടത്തിലായിരുന്നു. And then you have the Pentecostals who say if you babble something with your tongues, you're filled with the Holy Spirit. ഇവിടെ പെന്തക്കോസ്ത് സഭയിലുള്ള ആളുകളുണ്ട്, അവർ പറയുന്നു നിങ്ങൾ എന്തെങ്കിലും വായു കൊണ്ട് ചില ശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വന്നു. But both of them are defeated by sin. എന്നാൽ രണ്ടുപേരും പാപത്താൽ തോൽപ്പിക്കപ്പെട്ടവരാണ്. And I find there's no power in most of their ministry also. ഞാൻ കാണുന്നു അവരിൽ മിക്കവരുടെയും ശുശ്രൂഷകളിലും ഈ അശക്തി ഞാൻ കാണുന്നില്ല. They're not overcoming sin and there's no mighty anointing in their message. Then what type of Holy Spirit did they have? അവരുടെ ജീവിതത്തിൽ അവർക്ക് പാപത്തെ ജയിക്കാൻ കഴിയുന്നില്ല. അവര് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി കാണുന്നില്ല. പിന്നെ എന്ത് തരത്തിലുള്ള ഒരു പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ചാണ് അവർ പറയുന്നത്? They don't get revelation on the word of God from the Holy Spirit. പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തെ കുറിച്ചുള്ള വെളിപാട് അവർക്ക് കിട്ടുന്നില്ല. And I fear that is the condition of many people in our CFC churches also. ഞാൻ ഭയപ്പെടുന്നു CFC സഭയിലുള്ള അനേക വിശ്വാസികളുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് വന്നത്. We've got all the right teaching about the new covenant.
നമുക്ക് പുതിയ നിയമത്തെക്കുറിച്ചുള്ള എല്ലാ നല്ല ഉപദേശങ്ങളും അറിയാം. And we can explain it well. നമുക്കത് മറ്റുള്ളവരോട് വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാനും കഴിയും. My dear brothers, it does not make us better than any other Christians. എൻ്റെ പ്രിയ സഹോദരന്മാരെ, മറ്റു വിശ്വാസികളിൽ നിന്ന് ഇത് നമ്മളെ ഒട്ടും വ്യത്യസ്തരാക്കുന്നില്ല. What we need is a mighty infilling of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ആ അഭിഷേകമാണ് സത്യത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം. Just like these disciples, first they received the Spirit and then they were filled with the Spirit. നമ്മൾ ഇവിടെ അപ്പോസ്തലന്മാരുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ അവരാദ്യം പരിശുദ്ധാത്മാവരുടെ ഉള്ളിൽ വന്നു, പിന്നെ അവരെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. And they again and again they were filled with the Spirit. അവർ പിന്നെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. We must have that in our life too. നമ്മുടെ ജീവിതത്തിലും ഈ കാര്യം തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. Our mind can explain what the new covenant is. നമുക്ക് ബുദ്ധി കൊണ്ട് പുതിയ നിയമം എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് കഴിയും. But Jesus said in Matthew 11, "Learn from me, for I am humble in heart." യേശുക്രിസ്തു പറഞ്ഞ പോലെ എന്നിൽ നിന്ന് പഠിപ്പീൻ, ഞാൻ ഹൃദയത്തിൽ താഴ്മയും സൗമ്യതയും ഉള്ളവനാൽ എന്നിൽ നിന്ന് പഠിപ്പീൻ എന്ന് യേശു പറഞ്ഞതുപോലെ. That's what he said in Matthew 11 and verse 29. മത്തായി 11:29 യേശു അതാണ് പറഞ്ഞത്. Learn from me. എന്നിൽ നിന്ന് പഠിപ്പീൻ. What is the first thing he told us to learn from him? യേശുക്രിസ്തുവിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? Gentleness and humility. സൗമ്യതയും വിനയവുമാണ് നമ്മൾ യേശുവിൽ നിന്ന് പഠിക്കേണ്ട ആദ്യത്തെ കാര്യം. Look at his life and അവന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക. How he was humbly seeking the Father all the time for power to be free from sin. പാപത്തിൽ നിന്ന് സ്വതന്ത്രനാകാനായിട്ട് എപ്പോഴും അവൻ പരിശുദ്ധാത്മാവിനെ, തന്റെ പിതാവിനെ അവൻ ആശ്രയിച്ചു. And gentle in the way he spoke to sinful people. അവൻ മറ്റുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അവൻ താഴ്മയുള്ളവനായിരുന്നു, അവന് സൗമ്യത ഉള്ളവനായിരുന്നു. Sinful people. പാപികളായുള്ള ആളുകളോട് അവൻ സംസാരിച്ചപ്പോൾ അവൻ എത്ര താഴ്മയുള്ളവനായിരുന്നു. Strongly to the hypocrites. അവൻ കപടഭക്തരോട് സംസാരിച്ചപ്പോൾ അവൻ എത്ര ശക്തിയോടാണ്, എത്ര കർക്കശത്തോടാണ് അവൻ സംസാരിച്ചത്. He says, "Learn from me." അവൻ പറഞ്ഞു, എന്നിൽ നിന്ന് പഠിക്കുകയും. And we can see how at the baptism at the river Jordan, when he was baptized, യേശുക്രിസ്തു ആ യോർദാൻ നദിയിലെ സ്നാനപ്പെട്ട ആ സമയത്ത്, Luke chapter 3, ലൂക്കോസ് 3-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം, we read that when Jesus, verse 21, 21-ാമത്തെ വാക്യം, when he was baptized, he was praying. അവൻ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ. What was Jesus doing when he was getting baptized? യേശു സ്നാനപ്പെട്ടപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? He was praying. അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. Hardly anybody prays when they are being baptized. സാധാരണ ആളുകളെ സ്നാനപ്പെടുന്ന സമയത്ത് അവർ പ്രാർത്ഥിക്കാറില്ല. Jesus was praying. യേശു പ്രാർത്ഥിക്കുകയായിരുന്നു. And I know what he was praying for. അവൻ എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയാം. Because his prayers were always answered immediately. കാരണം അവൻ എന്തോ പ്രാർത്ഥിക്കുമോ അതപ്പോൾ തന്നെ അതിന് മറുപടി ലഭിക്കുമായിരുന്നു. We see immediately after that the Holy Spirit came upon him and filled him. അവനെ ആ സ്നാനപ്പെട്ട ഉടനെ തന്നെ പരിശുദ്ധാത്മാവിന്റെ മേൽ വരികയും അവനെ പരിശുദ്ധാത്മാവിന്റെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. He was born of the Holy Spirit through Mary. അവന് മറിയയുടെ ഉള്ളില് ജാതനായത് പരിശുദ്ധാത്മാവിനാണ്. അവൻ മറിയയുടെ ഉള്ളിൽ ജാതനായത്. And throughout his life he was filled with the Spirit. അവന്റെ ജീവിതകാലം മുഴുവനും അവൻ ആത്മാവിൽ നിറഞ്ഞവനായിരുന്നു. Never sinned for 30 years. 30 വയസ്സ് വരെ അവൻ ഒരിക്കലും പാപം ചെയ്തില്ല. Knew the Bible when he was 12. അവന് 12 വയസ്സുള്ളപ്പം തന്നെ അവന് ദൈവത്തിന്റെ വചനം വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. Despite of all that, ഇതിനെല്ലാം അപ്പുറത്ത് he needed to be anointed with the Holy Spirit. അവന് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിന്റെ ആവശ്യം. Otherwise he could not go out and preach. അതില്ലാതെ അവന് പുറത്തു പോയി പ്രസംഗിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല.
He had overcome sin for 30 years. 30 കൊല്ലം അവൻ പാപത്തെ ജയിച്ചു. He knew the Bible better than anybody in Israel. ഇസ്രായേലിലുള്ള മറ്റാരേക്കാളും അധികം ദൈവത്തിന്റെ വചനം അവൻ അറിയാമായിരുന്നു. But he was still not qualified to preach and serve until he was anointed with the Holy Spirit. ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവിൽ നിറവില്ലാതെ അവന് പ്രസംഗിക്കാനും ശുശ്രൂഷിക്കാനായിട്ടും അവന് കഴിയുമായിരുന്നില്ല. What about you, brother? സഹോദര, നിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? Because you live a good life, you think you can preach? നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നു? You know the Bible 10% of what Jesus knew, but you think you can preach? യേശുവിനെ അറിയാവുന്നതിന്റെ 10% പോലും നിനക്ക് അറിയത്തില്ല എന്നെങ്കിലും നീ ചിന്തിക്കുന്നു നിനക്ക് പ്രസംഗിക്കാനായിട്ട് കഴിയുമെന്ന്? I want to ask you honestly, how many of you study the Bible seriously every day? ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേര് ദൈവത്തിന്റെ വചനം എല്ലാ ദിവസവും ഗൗരവമായിട്ട് വായിക്കുന്നവരാണ്? If you are in a profession, you would have studied hard for the subject of your profession to keep your job. നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ ആ ജോലി വളരെ കഠിനമായിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം വളരെ ഒരു ഗൗരവമില്ലാതെ വായിക്കാനായിട്ട് കഴിയുന്നത്? I find the Lord speaking to me every day when I read the Bible. ഞാൻ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എല്ലാ ദിവസവും ദൈവം എന്നോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. I've read these passages for 60 years, but I find God still speaking to me. ഈ ദൈവത്തിന്റെ വചനം കഴിഞ്ഞ 60 കൊല്ലമായിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ദൈവം ഇപ്പോഴും എന്നോട് അതിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Something new. ഒരു പുതിയ ഒരു കാര്യം. It's like drawing water from the same well from which I've been drawing water for 60 years. ഇതുപോലെ തന്നെയാണ് ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം കഴിഞ്ഞ 60 കൊല്ലമായിട്ട് ഞാൻ കോരിക്കൊണ്ടിരിക്കുന്ന അതേ കിണറ്. Let me give you one example. ഞാൻ ഒരു ഉദാഹരണം പറയാം. I was reading the other day from Mark chapter 10. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I have read this numerous times in the last 60 years. കഴിഞ്ഞ 60 കൊല്ലമായിട്ട് അനേക പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുള്ള ഒരു വചനമാണത്. But it came strongly to me just a few days ago. അത് ചില ദിവസങ്ങൾക്ക് മുമ്പ് വളരെ ശക്തമായിട്ട് ദൈവം അത് എനിക്ക് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞു. James and John came to Jesus in verse 35. 35-ാമത്തെ വാക്യത്തിൽ യാക്കോബും യോഹന്നാനും അവന്റെ അടുത്ത് വന്നു. Jesus asked him one question. യേശു അവരോട് ഒരു ചോദ്യം ചോദിച്ചു. Verse 36. What do you want me to do for you? അവൻ അവരോട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. And they asked for a position of authority and power. അവരവനോട് ഒരു ദൈവത്തിന്റെ മുമ്പിലുള്ള ഒരു അധികാരം യേശുവിനോട് അവർ ചോദിച്ചു. Give us power to sit on your right hand, left hand. Verse 37. അതിന്റെ 37-ാം വാക്യത്തിൽ നിന്റെ വലത്ത് ഒരുത്തനും വലതും ഇടതും ഓരോരുത്തർക്ക് ഇരിക്കാനായിട്ട് വരം നൽകണമെന്ന് പറഞ്ഞു. Okay, further down, Jesus came and saw, verse 46, he met blind Bartimaeus. 46-ാമത്തെ വാക്യത്തില് നമ്മളെ ബർത്തമായി എന്ന് പറയുന്ന ആളെ ആ കുരുടനായ ആളെ അവനെ കാണുന്നു. He was blind and he was a beggar. അവന് ഒരു ഭിക്ഷക്കാരനാണ്, അതുപോലെ തന്നെ അവൻ കുരുടനുമാണ്. He had no ambition to sit at the right hand or left hand of Jesus. അവന് യേശുവിന്റെ വലത്തുഭാഗത്തോ ഇടതുഭാഗത്തോ ഇരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹവുമില്ല. Jesus asked him exactly the same question. യേശു അതേ ചോദ്യം തന്നെ ഈ ബർത്തലാമയോടും ചോദിക്കുകയാണ്. Verse 51. 51-ാമത്തെ വാക്യത്തില് What do you want me to do for you? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. Lord, open my eyes that I can see. റബി, നീ എനിക്ക് കാഴ്ച വേണം എന്ന് അവൻ യേശുവിനോട് പറഞ്ഞു. And when he opened his eyes, what did he see? അവന്റെ കണ്ണ് തുറക്കപ്പെട്ടപ്പോൾ അവൻ എന്താണ് കണ്ടത്? Jesus. യേശുവിനെയാണ്. So the word came to me in my heart also. ഈ കാര്യം എന്റെ ഹൃദയത്തിലേക്കും കർത്താവ് ചോദിച്ചു. What do you want me to do for you? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? You want a ministry that is respected by others?
മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു ശുശ്രൂഷയാണോ എനിക്ക് വേണ്ടിയത്? I said, no, Lord, like Bartimaeus, open my eyes that I may see you more clearly in my life. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അല്ല, ആ ബർത്തലോമായി സംഭവിച്ച പോലെ എൻ്റെ കണ്ണ് നീ തുറക്കണം, അങ്ങനെ എനിക്ക് കൂടുതൽ വ്യക്തതയോടെ നിന്നെ കാണാനായിട്ട് I എനിക്കിടയാണ്. want to see more of your glory in my inner life. കർത്താവേ, അങ്ങയുടെ മഹത്വം എൻ്റെ ആന്തരിക ജീവിതത്തിൽ ഞാൻ അധികമായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. See you more clearly, your footsteps more clearly, so that I can put my feet in those footsteps and walk in those ways. കർത്താവേ, അവിടുത്തെ കാൽപ്പാടുകൾ എനിക്ക് കുറെ കൂടെ വ്യക്തമായിട്ട് കാണണം, അങ്ങനെ അവിടുത്തെ കാൽപാദത്തിൽ തന്നെ എൻ്റെ പാദങ്ങൾ വെച്ച് എനിക്ക് നിന്നെ അനുഗമിക്കണം. Because that has been my prayer from all these years of my life, to see Jesus more clearly. ഈ കാലുകളിലൊക്കെ എൻ്റെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ, എനിക്ക് നിന്നെ കൂടുതൽ വ്യക്തമായിട്ട് കാണണം. Dear brothers, don't seek for a ministry. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഒരു ശുശ്രൂഷയ്ക്കായിട്ടല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. Don't seek for honor. ഒരു മനുഷ്യന്റെ മാനവും അല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. James and John. സോറി, Like James and John. യാക്കോബിനെയും യോഹന്നാനെയും പോലെ. Say, Lord, open my eyes that I may see you more clearly. കർത്താവിനോട് പറയുക, കർത്താവേ, എന്നെ അങ്ങേ കുറെ കൂടെ വ്യക്തമായിട്ട് കാണത്തക്കവണ്ണം എന്റെ കണ്ണുകളെ അവിടുന്ന് തുറന്നു. I don't want any position of honor in any church. കർത്താവേ, എനിക്ക് ഒരു സഭയിലും ഒരു ബഹുമാനം ലഭിക്കുന്ന ഒരു സ്ഥാനം ആവശ്യമില്ല. Respected ministry. എനിക്ക് ആളുകൾ എന്നെ ബഹുമാനിക്കുന്ന ഒരു ശുശ്രൂഷയുടെ ആവശ്യമില്ല. I want to see you more clearly in my life. എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങേ കൂടുതൽ വ്യക്തതയോടെ കാണണം. See your footsteps and walk in them. നിന്റെ ആ കാൽപാദങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് കാണണം, എനിക്കും ആ പാദത്തിൽ എന്റെ കാല് വെച്ച് നടക്കണം. Cry out for grace that I will never sin. ഒരിക്കലും പാപം ചെയ്യാതിരിക്കാനായിട്ട്, ദൈവത്തിന്റെ കൃപ ലഭിക്കാനായിട്ട് നമുക്ക് ദൈവത്തോട് കരയാം. To be totally free from the love of money like you were. കർത്താവേ, അങ്ങ് അല്പവും ദിവ്യാഗ്രഹം ഇരുന്നവനായതുപോലെ ദിവ്യാഗ്രഹം ഇല്ലാത്തവനാക്കി എന്നെയും അവിടുന്ന് തീർക്കണേ. And that every day of my life, as I see you, I become more and more like you. കർത്താവേ, അങ്ങനെ നിന്നെ ഞാൻ കൂടുതൽ കാണുന്ന അനുസരിച്ച് ഞാൻ അങ്ങേ പോലെ എന്നെ കൂടുതൽ ആക്കണേ. Is it possible to become a little more like Christ every day? യേശുക്രിസ്തുവിനെ പോലെ എല്ലാ ദിവസവും അല്പം കൂടെ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വരിക, യേശുക്രിസ്തുവിനെ പോലെ ആകുക സാധ്യമായ ഒരു കാര്യമാണോ? We tell people, evaluate your life at least once a year and see if you have become more Christ-like. നമ്മൾ ആളുകളോട് പറയാറുണ്ട്, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ എത്രയധികം യേശുവിനെ പോലെ ആയി എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ പരിശോധിക്കണമെന്ന്. Like our children go from second standard to third standard to fourth standard every year, see if there's a promotion in your life also. നമ്മുടെ കുഞ്ഞുങ്ങളെ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഇങ്ങനെ ഓരോ ക്ലാസ് കടന്നു പോകുന്നത് പോലെ നമ്മളും നമ്മളെ തന്നെ പരിശോധിക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കണം. That's how we begin. അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. But it must progress from there. എന്നാൽ അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകണം. See 2 Corinthians 4:16. 2 കൊരിന്ത്യർ 4:16 നമ്മൾ വായിക്കുന്നുണ്ട്. And see where the apostle Paul reached. പൗലോസ് അപ്പോസ്തലൻ എവിടെ എത്തി എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. He says, my outer man is decaying. അവിടെ നമ്മൾ വായിക്കുന്നു, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. Paul was becoming weak physically. പൗലോസ് പുറത്തുള്ള മനുഷ്യൻ, പൗലോസിന്റെ പുറത്തുള്ള മനുഷ്യൻ ക്ഷയിച്ചു വന്നു. The inner man was being renewed. എങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. He was becoming like Christ every single day, it says here. അവിടെ വായിക്കുന്നതാണ്, നാൾക്കുനാൾ യേശുക്രിസ്തുവിനെ പോലെ അത് പുതുക്കം പ്രാപിക്കുന്നു. Every day he was becoming a little more Christ-like. എല്ലാ ദിവസവും അല്പം കൂടെ യേശുക്രിസ്തുവിനെ പോലെ അവനായി തീരുന്നു. Because he was judging himself every day. കാരണം അവൻ എല്ലാ ദിവസവും തന്നെ പരിശോധിക്കുന്നവനായിരുന്നു. He was seeing Jesus more clearly every day. അവന് എല്ലാ ദിവസവും അല്പം കൂടെ യേശുവിനെ വ്യക്തതയോടെ കാണുന്നവനായിരുന്നു. So Jesus was tempted like us and he completed the course. അതുകൊണ്ട് യേശു നമ്മളെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെ അവന് കൂടുതൽ അവൻ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. Hebrews 5:9. We'll see this in closing.
എബ്രായർ 5:9 നമുക്ക് അവസാനമായിട്ട് നോക്കാതെ. Verse 8, he learned obedience through the things that he suffered. അവൻ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. His greatest suffering was not the slapping and insult and crucifixion. അവൻ അനുഭവിച്ച ഏറ്റവും വലിയ യാതന എന്ന് പറയുന്നത് അവനെ ക്രൂശിൽ അവനെ അടിക്കുകയോ തുപ്പുകയോ ക്രൂശിൽ തറയ്ക്കുകയോ ചെയ്തിരുന്നില്ല. Suffered in the flesh by denying his own will every single day. അവൻ എല്ലാ ദിവസവും യേശു തന്റെ സ്വന്തം ഇഷ്ടം വെടിഞ്ഞുകൊണ്ട് തന്റെ ജഡത്തിൽ കഷ്ടം അനുഭവിക്കുകയായിരുന്നു. That's what Peter calls 1 Peter 4:1 suffering in the flesh. അതിനെയാണ് പത്രോസ് ജഡത്തിൽ കഷ്ടം അനുഭവിക്കുക എന്ന് പറയുന്നത്. Christ suffered in the flesh, he says in 1 Peter 4:1. 1 പത്രോസ് 4:1 ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു എന്ന് നാം വായിക്കുന്നു. That's the suffering he had. ആ ജഡത്തിലുള്ള കഷ്ടമാണ് അവൻ ഉണ്ടായിരുന്നത്. Hebrews 5:8, he suffered in the flesh, and like that, verse 9, he became perfect. അവനെ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പ്രാപിച്ച് തികഞ്ഞവനായി എന്ന് നമ്മൾ വായിക്കുന്നു. And now that he's become perfect, he's become the professor in the school. അങ്ങനെ തികഞ്ഞവനായി ഒരു കോളേജിലോ സ്കൂളിലോ ഒരു പ്രൊഫസർ ആവുന്നത് പോലെ അവൻ അതിൽ തികഞ്ഞവനായി. He's teaching our students who obey him to walk the same way. Verse 9. 9-ാമത്തെ വാക്യത്തിൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. And the same perfection, Hebrews 6:1, it says, let us press on to perfection. അതേ കാര്യത്തിൽ തന്നെ എബ്രായ ലേഖനം 6:1 പറയുന്നു, ദൈവത്തിങ്കിലേക്കുള്ള let us press on to perfection. നമുക്ക് പൂർണ്ണതയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. The same perfection that Jesus achieved. യേശു പ്രാപിച്ച അതേ പൂർണ്ണത. He reached the top of the mountain. അവൻ ആ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലെത്തി. See, when people walk on a snowy mountain, his footsteps are there, visible in the snow. നിങ്ങൾക്കറിയാം, ആളുകൾ ഈ മഞ്ഞ് നിറഞ്ഞ മലയിൽ കൂടെ നടക്കുമ്പോൾ അവരുടെ മുന്നേ പോയ ആടെ പാൽപാദം അവർക്ക് കാണാനായിട്ട് കഴിയും. Paul saw the footsteps of Jesus in front of him. പൗലോസ് യേശുവിന്റെ ആ കാൽപാദങ്ങൾ തന്റെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. Right foot, left foot, right foot. ഇടത്തെ കാല് വലത്തെ കാല്, ഇടത്തെ കാല് വലത്തെ കാല്. And he put his foot in those footsteps. പൗലോസ് യേശുവിന്റെ ആ കാൽപാദത്തിൽ തന്നെ അവന്റെ പാദവും വെച്ചു. What is this left and right feet? എന്താണ് ഈ ഇടതും വലതും നമ്മളെ പഠിപ്പിക്കുന്നത്? Not my will, but thy will, Lord. Not my will, thy will, O Father. എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. His entire 33 years, this was his walking. Not my will, but thy will. Not my will, but thy will. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു 33.5 വയസ്സും ഈ ഭൂമിയിൽ ജീവിച്ചത്. That's what he said in John 6:38. അതുതന്നെയാണ് യോഹന്നാൻ 6:38 യേശു പറയുന്നത്. I came from heaven not to do my will, but to do the will of my Father. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യേണ്ടതിനാണ്. And those are the footsteps Paul saw, and he put his footsteps in those footsteps. ഇതേ പാദങ്ങളാണ് പൗലോസ് കണ്ട് ആ പാദത്തിൽ അവന്റെ കാല് വെച്ച് അവൻ മുന്നോട്ട് നടന്നത്. And he says to us, Paul says, do you see my footsteps? Walk in those footsteps, follow me. പൗലോസ് നമ്മളോടും പറയുന്നത് ഇതാണ്, ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന ആ പാദങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കാണാം, നിങ്ങൾ അതേ പാദത്തിൽ വെച്ച് മുന്നോട്ട് പോവുക. And we have to say that to other people in our church. നമ്മുടെ സഭയിലുള്ള മറ്റാളുകളോട് നമുക്കും ഇത് തന്നെ പറയാനായിട്ട് കഴിയണം. Don't just listen to my preaching, follow my footsteps. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച പ്രസംഗമല്ല നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾ എൻ്റെ കാൽപ്പാടുകൾ കണ്ട് നിങ്ങൾ എൻ്റെ മാതൃകയാണ്, എൻ്റെ ജീവിതത്തെയാണ് അനുഗമിക്കേണ്ടത്. Dear brothers, in that way we are to be distinct from the rest of Christianity. ഈ ക്രിസ്തീയ കോളത്തിൽ കാണുന്ന മറ്റെല്ലാവരിൽ നിന്നും നമ്മൾ വ്യത്യസ്തരായിരിക്കേണ്ടത് ഇപ്രകാരമായിരിക്കണം. That we don't glory in our preaching. നമ്മുടെ പ്രസംഗത്തിലല്ല നമ്മൾ മഹത്വം കണ്ടെത്തേണ്ടത്. I'll tell you honestly, I don't want to become a great preacher.
ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയട്ടെ, ഒരു വലിയ പ്രസംഗകാരനാകാനായിട്ട് എനിക്കൊരാഗ്രഹമില്ല. I never had that desire. എനിക്കൊരിക്കലും അങ്ങനെ ആയിരിക്കാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. I want to be a follower of Jesus. എനിക്ക് യേശുവിനെ അനുഗമിക്കുന്ന ഒരാളായിരിക്കണം. And I want to tell others, please follow my example as I follow Jesus. ഞാൻ മറ്റുള്ളവരോടും പറയുന്ന അതാണ്, ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങളും എന്നെ അനുഗമിക്കുക. I want to be tempted and overcome so that I can tell people, follow me. പരീക്ഷകളെ അഭിമുഖീകരിച്ച് അതിനെ ജയിച്ചിട്ട് എനിക്ക് മറ്റുള്ളവരോട് പറയണം, നിങ്ങളും എന്നെ ഈ കാര്യത്തിൽ അനുഗമിക്കുക. And let me repeat, Jesus did not dare to go out and preach without being anointed with the Holy Spirit. ഞാൻ പിന്നെയും ഈ കാര്യം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശു ഒരിക്കലും പരിശുദ്ധാത്മാഭിഷേകമില്ലാതെ പോയി പ്രസംഗിക്കാനായിട്ട് ഒരിക്കലും മുതിർന്നില്ല. Don't ever get up any time to preach without asking God to fill you and anoint you with the Holy Spirit. പരിശുദ്ധാത്മാവിനോട് എന്നെ നിറയ്ക്കണേ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതെ നിങ്ങൾ ഒരിക്കലും എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാനായിട്ട് മുതിരരുത്. May God have mercy on us. ദൈവം നമ്മളോട് കരുണ കാണിക്കട്ടെ. While our heads are bowed in prayer, ദൈവത്തിന് മുമ്പാകെ നമ്മളെ കുനിച്ചിരിക്കുമ്പോൾ please think about what God has spoken to you today. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തോട് കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുക. Maybe one thing or more than one thing. ഒരു പക്ഷെ ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ കാണും. And say, Lord, please don't let me forget it. കർത്താവ് ഇത് മറന്നു പോകാനായിട്ട് ഇടയാകല്ലേ എന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. And if there's some particular area, don't let me forget it till it is fulfilled in my life. ചില പ്രത്യേക കാര്യം നീ എന്നെ ഓർപ്പിച്ചത് അതെന്റെ ജീവിതത്തിൽ നിവൃത്തിയാകാതെ അത് മറന്നു പോകാനായിട്ട് എന്നെ ഇടയാക്കരുതെന്ന് നമുക്ക് പറയാം. The devil would love to have you forget it, what you heard today. ഇന്ന് നിങ്ങൾ കേട്ട കാര്യം നിങ്ങൾ മറന്നു പോകണമെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. May God help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. Heavenly Father, സ്വർഗീയ പിതാവേ, we know you love us immensely. നീ ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു ഞങ്ങൾക്കറിയാം. Not only that you loved us so much that you sent your son to die for us. നീ ഞങ്ങളെ സ്നേഹിച്ച് നിന്റെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തരിക മാത്രമല്ല നീ ചെയ്തത്. But you sent the Holy Spirit now to speak to us every day. നിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാ ദിവസവും ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായിട്ട് നീ അയച്ചു തന്നു. And you've given us your word in our own language. ഞങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഞങ്ങൾക്ക് അവിടുത്തെ വചനം അവിടുന്ന് ഞങ്ങൾക്ക് തന്നു. Please have mercy on all elders who don't take the study of the word seriously. കർത്താവേ, ദൈവത്തിന്റെ വചനം വളരെ ഗൗരവത്തിൽ എടുക്കാത്ത എല്ലാ മൂപ്പന്മാരെയും അതിനായിട്ട് അവിടുന്ന് സഹായിക്കണേ. Who don't seek for the anointing of the Holy Spirit seriously. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് ഗൗരവമായിട്ട് ആഗ്രഹിക്കാത്തവരെ help us not to take this responsibility lightly. കർത്താവേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഉത്തരവാദിത്വം ഗൗരവമില്ലാതെ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇടയാകല്ലേ. Forgive us for our past failures. കർത്താവേ, ഞങ്ങളുടെ കഴിഞ്ഞകാല കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. Turn us around today. കർത്താവേ, അങ്ങിൽ നിന്ന് കേൾക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ. Glorify your name. അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. We pray in Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ.